Hope I am audible. You can unmute yourself. Yes, sir. You're audible. Yeah, Solomon. Yeah, we will wait for 5 more minutes. About 45 people have confirmed to join in. So currently we have about 15 people joined in. So we will wait for a few more minutes before we start. The purpose is to introduce the course coordinating team with the participants and to introduce the participants so that people know each other. That's the purpose of this particular meeting, and we will be just mentioning what all we should do. നമ്മൾ എന്തൊക്കെയാ പ്ലാൻ ചെയ്യുന്നത്? മലയാളം എല്ലാവർക്കും കംഫർട്ടബിൾ ആണല്ലോ അല്ലേ? അതെ സർ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ കോഴ്സിൽ പ്ലാൻ ചെയ്യുന്നത്? നമ്മുടെ കോഴ്സിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാർ ജോയിൻ ചെയ്തോട്ടെ, ഇത് തന്നെ ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ എല്ലാവരും തമ്മിലും ഇന്ററാക്ഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഠിച്ചിറങ്ങി നമ്മൾ സൈറ്റിലെത്തി, നമ്മൾ പിന്നെ സൈറ്റിൽ കൺസ്ട്രെയിൻഡ് ആണ്, അല്ലെ നമ്മുടെ സൈറ്റിൽ ഒരു സ്പെസിഫിക് സൈറ്റിലോ പ്രോബ്ലം ആയിട്ട് നമ്മൾ കൺസ്ട്രെയിൻഡ് ആയിട്ട് മാറുവാണ്. അത് മാറിയിട്ട് ബാക്കിയുള്ള സൈറ്റിലെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം. അതുകൊണ്ടാണ് മാസത്തിൽ ഒരു വർക്കിംഗ് ഡേയിൽ ഞങ്ങൾ വെച്ചത്. അപ്പൊ അതിന്റെ ടൈമിങ്ങിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. അപ്പൊ ബായിലെ ഡിസ്കഷനിൽ 11 to 11 ഒക്കെ ആകുമ്പോഴേക്ക് ട്യൂസ്ഡേ ആകുമ്പോൾ വലിയ തിരക്കില്ലാത്ത ദിവസമാണ്. അപ്പൊ 11:30 to 1 ഒരു വാല്യൂ അഡീഷന് വേണ്ടി ഉപയോഗിക്കാം. മാസത്തിൽ 2 ദിവസം എന്നുള്ളതാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ അതിന്റെ ടൈമിങ്ങിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യണം. എല്ലാവരും അവരവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇപ്പൊ 11 o'clock ആയി, 11:02 ആയി. നമ്മളൊരു 11:07 വരെ വെയിറ്റ് ചെയ്യാം. 11:07 whoever is there will start and 1 hour നമുക്ക് ഇൻട്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പർപ്പസ്. പിന്നെ നമുക്ക് വരുന്ന അപ്കമിങ് സെഷൻ എന്തൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കാര്യം ഇതൊരു ഷോർട്ട് ടൈം കോഴ്സ് അല്ല, ഒരു ലോങ് ടൈം കോഴ്സ് ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്ന. കാര്യം പർപ്പസ് എഡ്യൂക്കേഷൻ കണ്ടിന്യൂയിങ് പ്രോസസ് ആണ്. അത് മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞുകൊണ്ടോ സൈറ്റിൽ എത്തിയതുകൊണ്ടോ ഒന്നും നിൽക്കരുത്. അത് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ളൊരു മെസ്സേജ് കൺവേ ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ലക്ഷ്യം. അപ്പൊ ഞങ്ങൾ എല്ലാവരെയും മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. whoever want to speak can unmute themselves and speak. നമ്മളൊരു 11:07 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതാണ്
Good morning. So we will currently 26 people are there. That includes 4 പേര് ഞങ്ങള് coordinating team ഉണ്ട്. ബാക്കി 24 participants ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. പർപ്പസ് ഈസ് ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ഷൻ ഒരു സെഷന് വേണ്ടിയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ കോഴ്സിനെ പറ്റി കഴിഞ്ഞ തവണ നമ്മളൊരു ജസ്റ്റ് ഗൈഡ് ലൈൻസ് തന്നു എന്താ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന്. പ്രൈമറി പർപ്പസ് ഈസ് ഇതൊരു ഷോർട്ട് ടൈം കോഴ്സ് അല്ല, ഒരു കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ പഠിത്തം കൊണ്ട് തീരുന്നില്ല. സൈറ്റുകളിൽ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ കൂടുതൽ പേരായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ പിയേഴ്സ് ആയിട്ട് ഷെയർ ചെയ്താലാണ് നമ്മുടെ നോളജ് ഇംപ്രൂവ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു പ്ലാറ്റ്ഫോം മാസത്തിൽ 2 ദിവസം നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും അതിന്റെ കൂട്ടത്തില് ഈ 2 ദിവസങ്ങളിൽ വി വിൽ ഹവ് സംബഡി ടു ടോക്ക് ടു യു ഓൺ എ സ്പെസിഫിക് സബ്ജക്ട്. അപ്പൊ കറന്റ്ലി ഞങ്ങൾ ഒരു കോഴ്സ് പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, സിലബസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഫ്ലെക്സിബിൾ ആണ്. കാര്യം എൻഡ് ഓഫ് ദി ഡേ നിങ്ങളുടെ നോളജ് ഇംപ്രൂവ്മെന്റും നിങ്ങളുടെ ഇന്ററാക്ഷനും നമ്മുടെ ടീം ബിൽഡിംഗ് ആണ് ഇതിന്റെ മെയിൻ പർപ്പസ്. അപ്പൊ ജസ്റ്റ് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ഡോക്ടർ അനിൽ ജോസഫ് ആണ്, ഇതിന്റെ കോഴ്സ് കോർഡിനേറ്റർ ആണ്. ബായി കൊച്ചിൻ ചാപ്റ്ററിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആണ്. എന്റെ കൂടെ 2 പേരാണ് ഇതിൽ കോഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് ബിനെക്സ് കുഞ്ഞുമോൻ, ബിനെക്സിനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. പിന്നെ അഷിതയാണ് ജോയിൻ ചെയ്യുന്നത്. ഞങ്ങൾക്ക് IT സപ്പോർട്ട് ചെയ്യുന്നത് അല്ലമീൻ ആണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ പാർട്ടെന്നുള്ള ടീം. പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഇത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ ജസ്റ്റ് ബാക്കി ഇവർ 2 പേരും ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്യും, കോഴ്സ് കോർഡിനേറ്റർ, പിന്നെ IT സപ്പോർട്ട് ടീമും ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോരുത്തര് അൺമ്യൂട്ട് ചെയ്ത് നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പറ്റുമെങ്കിൽ വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെച്ചാൽ നല്ലതാണ്. Good morning, everyone. Good morning. എൻ്റെ പേര് ബിനെക്സ്. ഞാൻ M.Tech ഗ്രാജുവേറ്റ് ആണ്. എൻ്റെ സ്പെഷ്യലൈസ് ഞാൻ ജിയോ ടെക്നിക്കലിലാണ് M.Tech എടുത്തത്. ഞാനിപ്പോൾ 2 വർഷമായിട്ട് അനിൽ സാറിൻ്റെ കൂടെയാണ്. സാറിന് ടെക്നിക്കൽ ടീമിൽ ഒരു ബൈൻ ടെക്നിക്കൽ ടീമിൽ ഞാൻ അസിസ്റ്റന്റ് കോഴ്സ് കോർഡിനേറ്റർ ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ പ്രിവിലേജ് ഫോർ മീ ടു സപ്പോർട്ട് യു ഓൾ. സോ in case if you are not able to communicate with Anil Joseph, you can either call me or message me. We are here to support you in all aspects so that we could build a team. Thank you. Good morning all. എൻ്റെ പേര് അഷിത. ഞാനിപ്പോൾ അനിൽ സാറിൻ്റെ അസിസ്റ്റന്റ് കോഴ്സ് കോർഡിനേറ്റർ ആയിട്ടാണ്. സാറിൻ്റെ കൂടെ ഇപ്പോൾ ഞാനൊരു 1 year ആയി. ഞാനൊരു BTech ഗ്രാജുവേറ്റ് ആണ്. എന്തെങ്കിലും ടെക്നിക്കൽ അസിസ്റ്റൻസ് വേണമെങ്കിൽ അനിൽ സാറിനെ ഇപ്പോൾ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്നെയോ ബിനെക്സിനെയോ നമുക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. ഹലോ, ഗുഡ് മോർണിംഗ് എവരിവൺ. എൻ്റെ പേര് അമീൻ. ഞാൻ ഇതിൽ IT സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു അലമീൻ, ബിനെക്സ് ആൻഡ് അഷിത. ഇനി നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, എവിടെയാണ് വർക്ക്, പ്രൈമറിലി ഇത്രയാണ് പേര്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതാണ്. പിന്നെ നിങ്ങൾ വാട്ട് ഈസ് എക്സ്പെക്ടഡ് ഫ്രോം ദ കോഴ്സ് എന്ന് പറഞ്ഞൊരു ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ അസ് ടു കീപ് ട്രാക്ക് ആൻഡ് ഗെറ്റ് ഇറ്റ് ഡൺ ഫോർ യു. ഇതൊരു അങ്ങോട്ട് ഇങ്ങോട്ടും ബെനിഫിഷ്യൽ ആയ ഒരു പ്ലാറ്റ്ഫോം ആണ്. ഞങ്ങൾക്കും നിങ്ങളുടെ നിന്ന് പഠിക്കാൻ പറ്റണം. അപ്പൊ അതാണ് പർപ്പസ്, കോഴ്സിന്റെ പർപ്പസ്. അപ്പൊ ഇനി ആരെങ്കിലും ഓരോരുത്തർ വോളണ്ടറി യു ക്യാൻ കം ഫോർവേഡ് ആൻഡ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സോളമൻ സുബേഖ്. ഞാനിപ്പം ഒരു 1.5 months മുന്നേ പലാൽ റിയാലിറ്റിയിൽ സൈറ്റ് സൂപ്പർവൈസർ ആയിട്ട് കയറിയിട്ടുണ്ട്.
അപ്പം ഇപ്പൊ ഞാൻ അതിന് മുന്നേ നിക്മ സ്റ്റുഡന്റ് ആയിരുന്നു. നിക്മ പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ അവിടുന്ന് പഠിച്ചത്. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ ഒരു 1.5 മാസം മുന്നേ ഇവിടെ ജോയിൻ ചെയ്തേ ഉള്ളൂ. അപ്പം സൈറ്റിലോട്ട് ഞാൻ ശരിക്കും ഒരു ഫ്രഷറാണ്. ഞാൻ ബിടെക് കഴിഞ്ഞ് പിന്നെ ഡയറക്റ്റ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷന് പോവുക ചെയ്തത്. അപ്പം ഈ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ശരിക്കും അതൊരു നല്ലൊരു ഗൈഡൻസ് തരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോളമൻ. തീർച്ചയായിട്ടും. അപ്പൊ എന്താണ് സോളമൻ എക്സ്പെക്ട് ചെയ്യുന്നതെന്നും കൂടെ ഒരു ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ട്രൈ ടു വർക്ക് ഇറ്റ് ഔട്ട് ആസ് വി മൂവ് ഫോർവേഡ്. ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ പറയുമ്പോ. അപ്പൊ ഇത് ഇന്ററാക്ട് ചെയ്താൽ നമുക്ക്, ഞങ്ങളിപ്പോ കുറച്ച് സെറ്റ് ഫാക്കൽറ്റീനെ കൊണ്ടുവരുന്നുണ്ട്, ടോക്ക് നടത്തുന്നുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ നമ്മളുടെ ഇടയിൽ ഒരു ഇന്ററാക്ഷൻ വരണം. അതാണ് ഞാൻ എപ്പോഴും എഞ്ചിനീയറിംഗ് കമ്മ്യൂണിറ്റിയിൽ മിസ് ചെയ്യുന്നത്, കാണുന്നത്. നമ്മൾ പലപ്പോഴും വി ആർ അഫ്രൈഡ് ടു ടെൽ, നമ്മുടെ പ്രോബ്ലംസ് പറയത്തില്ല. അപ്പൊ അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഇതൊരു ലോങ് ടൈം പ്രോബ്ലം ആയിട്ട് ഇത് ചെയ്യുന്നത്. അപ്പൊ താങ്ക് യു സോളമൻ ഫോർ സ്റ്റാർട്ടിംഗ് ദ ഇൻട്രൊഡക്ഷൻ സെഷൻ. എന്റെ പേര് ചെറിയാൻ മാത്യു എന്നാണ്. ഞാനിപ്പം ബിടെക് ഫ്രഷറാണ്. കഴിഞ്ഞ വർഷം 2019 പാസ് ഔട്ട് ആയത് രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷന് പോയി. നിക്മാറിലാണ്, പൂനെ. അപ്പം സോളമൻ പറഞ്ഞ പോലെ ഞാനും സൈറ്റിലേക്ക് ഫ്രഷറാണ്. ഇനി അടുത്ത വർഷം കഴിയത്തുള്ളൂ കോഴ്സ്. അപ്പം ഈ കോഴ്സ് കൊണ്ട് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ ഇപ്പൊ അങ്കിള് പറഞ്ഞ പോലെ, അനിൽ സാർ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടിക്കൽ നോളജ് കുറച്ചുകൂടെ കിട്ടുക. അതിന്റെ ഒപ്പം തന്നെ സൈറ്റിലും ഇടയ്ക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഗെയിൻ ചെയ്യാൻ പറ്റും. ആക്ച്വലി എനിക്കിപ്പോ ഇന്റേൺഷിപ്പ് പീരീഡ് ആണ്. മനസ്സിലായി. താങ്ക് യു ചെറിയാൻ. ഇതിന്റെ അകത്ത് ചെറിയാൻ പറഞ്ഞൊരു വലിയ ആസ്പെക്ട് ഉണ്ട്. നമ്മുടെ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷന്റെ ഞാൻ കണ്ടിട്ടുള്ള, ഇപ്പൊ ഞാൻ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ഫോർമേഷൻ കമ്മിറ്റിയിലുണ്ട്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ സിലബസ് എടുക്കുന്നതിലുണ്ട്. അവിടെയൊക്കെ നമുക്ക് വരുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ, നമ്മൾ ഏറ്റവും കാണുന്ന ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എഞ്ചിനീയറിംഗ് കമ്മ്യൂണിറ്റിയിൽ, നമുക്ക് ഒരു മെഡിക്കൽ സ്റ്റുഡന്റിനെ പോലെ, മെഡിക്കൽ സ്റ്റുഡന്റ് സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും മെഡിക്കൽ ഹോസ്പിറ്റലിൽ പോകും. അവര് പിന്നെ കേസുകളാണ് കാണുന്നത്. 400 ബെഡ് ഹോസ്പിറ്റൽ വേണം ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങണമെങ്കിൽ. അല്ലെ വെറുതെ ഒരു വക്കീലാണെങ്കിൽ ആദ്യം അവര് ചോദിക്കുന്നത്, ഓഡിയോ കേട്ടൂടെ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ. ഒരു ചാറ്റ് റൂമിൽ ഓഡിയോ ഇല്ല എന്നൊരു കമന്റ് കണ്ടു, അതുകൊണ്ടായിരുന്നു. അപ്പൊ ബേസിക്കലി എന്ന് വെച്ചാൽ, ഒരു വക്കീലാണെങ്കിൽ പോലും ആദ്യമേ ചോദിക്കുന്ന കോടതി എവിടെ ഉണ്ടെന്നാണ്. ഒരു ലോ കോളേജ് തുടങ്ങി കോടതി വേണം. കാര്യം സെക്കൻഡ് ഇയർ ആകുമ്പോൾ തൊട്ട് ആ പിള്ളേര് കോടതി പോയിരുന്ന് കേസിന്റെ വാദം കേൾക്കും. നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ എഞ്ചിനീയറിംഗിനെ ഈ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ്, നമ്മൾ ഒരുപാട് തിയറി കാര്യമായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് പഠിക്കുന്നില്ല. അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഇതിന്റെ പഠിത്തത്തിന്റെ കൂടെ അത് വരണം എന്ന് പറഞ്ഞിട്ട് സിലബസിൽ ആയി വരുന്നില്ല. കാരണം നമ്മൾ വാസ്റ്റ് സിലബസാണ് പഠിക്കുന്നത്. പിന്നെ അവരെ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ സൈറ്റിൽ ചെല്ലുമ്പോൾ പഠിച്ചോളൂന്നാ. പക്ഷെ നമ്മൾ സൈറ്റിൽ ചെന്ന് വളരെ ചെറിയൊരു, നമ്മൾ പഠിച്ച 100% ഏരിയ ഉണ്ടെങ്കിൽ നമ്മൾ 5% ഏരിയയാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. 95% ഏരിയ അപ്പോഴേക്കും നമുക്ക് ഉപയോഗിക്കേണ്ട സമയം വരുമ്പോൾ മറന്നുപോകും. അപ്പൊ അത് ഇടയ്ക്കൊന്ന് ബ്രഷ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിപ്പോ നമുക്കിപ്പോ ഫോറിൻ രാജ്യങ്ങളിലാണെങ്കിലും ഇപ്പൊ നമ്മൾ പഠിക്കുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്രൊഫഷണൽ എഞ്ചിനീയർ എന്നുള്ള രജിസ്ട്രേഷൻ വരണം. അപ്പൊ ഇന്ത്യയിൽ ഉടനെ അത് വരുന്നുണ്ട്, നിയമ പാർലമെന്റിൽ ഇരിക്കുവാണ്. അതായത് നമ്മൾ പഠിച്ച എഞ്ചിനീയർ ആയി ഡിഗ്രി ആയാലും, നമുക്ക് ഇപ്പൊ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല അൺലെസ് യു ആർ രജിസ്റ്റേർഡ് ആസ് എ പ്രൊഫഷണൽ എഞ്ചിനീയർ. പ്രൊഫഷണൽ എഞ്ചിനീയർ ആണ് അക്കൗണ്ടബിലിറ്റി ആയി. പിന്നെ എല്ലാ കൊല്ലവും മിനിമം ഇത്ര മണിക്കൂർ നമ്മൾ പഠിച്ചാലേ നമുക്ക് അത് റിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് വരുന്നതിന്റെ ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് ബൈയുടെ മെമ്പേഴ്സിന്റെ ആളുകൾക്ക് സ്റ്റാർട്ട് ചെയ്താൽ, സോ ദാറ്റ് വി വിൽ ബി റെഡി ആവും എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പൊ താങ്ക് യു ചെറിയൻ ഫോർ ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ് ആൻഡ് ഗിവിംഗ് ദ ഹൈലൈറ്റ് ഓഫ് വാട്ട് യു ആർ ഡൂയിങ്. ആൻഡ് നമ്മൾ എല്ലാവരും അങ്ങനെയാണ് ഇതിൽ തുടങ്ങുന്നത്. അപ്പൊ ഇതൊരു പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാവുന്ന ഒരു വേദിയായിട്ട് നമുക്ക് മാറ്റാം. അടുത്തത് ഗുഡ് മോർണിംഗ് എവരിവൺ. എൻ്റെ പേര് ജോർജി ജോളി. ഞാനും ഇതുപോലെ 2017 സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് സ്ട്രീറ്റിൽ തന്നെ ഞാൻ പോയി MBA ജോയിൻ ചെയ്തു. സോ ഞാനും ഈ ഫീൽഡിലേക്ക് ഫ്രഷ് ആണ്. ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തോളൂ ഈ ലാസ്റ്റ് ഇയർ. അപ്പത്തേക്ക് കോവിഡ് ഒക്കെ വന്നതുകൊണ്ട് പിന്നെ സൈറ്റിൽ പോകാൻ പറ്റിയില്ല. ഇപ്പൊ ഞാൻ ഓഫീസിലാണ്. ഈവൻ എനിക്കും ഈ ടെക്നിക്കൽ, ഇപ്പൊ നമ്മൾ സിവിൽ പഠിച്ച മിക്കവർക്കും അറിയാൻ പറ്റും, നമ്മൾ പഠിച്ചപ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ പഠിച്ചത്. സൈറ്റ് നോളജ് നമുക്ക് ഇത് വരുമ്പോൾ സൈറ്റ് 0 എക്സ്പീരിയൻസ് ആണ്. ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ സൈറ്റിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നില്ല സിവിലിൽ പഠിക്കുമ്പോൾ. അപ്പോൾ ഇത് എനിക്കൊരു എക്സ്പീരിയൻസ് ആണ്. സൈറ്റിലുള്ള പല ക്വാളിറ്റിയും ഇതും അഷുറൻസും പിന്നെ കോസ്റ്റ് കട്ടിങ് എല്ലാം അങ്ങനത്തെ ഒരു അഷുറൻസ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ജോയിൻ ചെയ്ത് എന്റെ ഫാദറും പറഞ്ഞു. അപ്പം നല്ലൊരു ക്ലാസ് ആവും, ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്തു.
താങ്ക് യു ജോർജി. ജോർജ് പറഞ്ഞ പോലെ എല്ലാവർക്കും നമ്മൾ പഠിപ്പിക്കുന്ന സിലബസും ആക്ച്വൽ സൈറ്റിൽ വേണ്ടതും തമ്മിൽ വലിയ അന്തരമുണ്ട്. പക്ഷെ അത് പക്ഷെ അതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ജോർജിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഈ പഠിച്ച കാര്യം ആവശ്യമുള്ളതാ, പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മൾ മനസ്സിലായി വരുമ്പോ വർഷങ്ങൾ കടന്നു പോകും. അപ്പോഴേക്കും നമ്മൾ പഠിച്ചതും മറന്നു പോകും. അപ്പൊ അത് നമ്മൾ മറന്നു പോകാതിരിക്കാനും അതിനൊരു ഇന്ററാക്ഷൻ എല്ലാവരും തമ്മിൽ എത്തണമെങ്കിൽ ഡിസ്കസ് ചെയ്ത് പോകാനും ഒരു പ്ലാറ്റ്ഫോമാണ്. ഡെഫിനറ്റ്ലി വി വിൽ ഓൾ ട്രൈ ടു വർക്ക് ഔട്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്താലും നമുക്ക് ഇതൊരു സക്സസ് ആയിട്ട് മാറ്റാം. പിന്നെ ഐ വാണ്ട് ടു സെൻഡ് ദ മെസ്സേജ് ദാറ്റ് education is a continuing process. Till we die we have to keep on learning. അതൊരു പാഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നടന്നോളും. Thank you Georgie for your introduction, and to the next one person. അടുത്ത ഞാൻ ഈ ഓർഡർ ചെയ്ത് പറയണോ ആരുടെയും പേര്? അത് വോളണ്ടിയർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്റെ പേര് ടിനു ഡേവിസ്. ഞാൻ അസറ്റ് ഹോംസിൽ വർക്ക് ചെയ്യുന്നു. 5 years ആയി ഇവിടെ. ടോട്ടൽ ഒരു 13 years എക്സ്പീരിയൻസ് ഉണ്ട്. ഫസ്റ്റ് ഒരു 3 years വിസ്ഡം ബിൽഡേഴ്സിലായിരുന്നു തൃശ്ശൂര്. അത് കഴിഞ്ഞ് ഒരു 4 years റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, നമ്മുടെ പാലാരിവട്ടം ഫ്ലൈ ഓവർ, ഇപ്പൊ വിവാദമായി നിൽക്കുന്ന പാലാരിവട്ടം ഫ്ലൈ ഓവർ ഒക്കെ ചെയ്ത ആ ഫേമിൽ ഉണ്ടായിരുന്നു 4 years. ഭാഗ്യത്തിന് ആ പ്രൊജക്ട് എന്റെ ആയിരുന്നില്ല, അതുകൊണ്ട് കേസും കൂട്ടം ഒന്നുമില്ല ഇപ്പൊ. പിന്നെ ഇപ്പം അതിനുശേഷം ഇപ്പൊ 5 years ആയിട്ട് ഇവിടെയുണ്ട്. ഇവിടെ സീനിയർ എസ്റ്റിമേഷൻ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനൊരു സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ ഡിപ്ലോമ എടുത്തു, അത് കഴിഞ്ഞ് സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. പിന്നെ ഞാനിതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്റെ ഒരു എന്താ പറയാ കുറവെന്ന് പറയുന്ന, പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറെ സ്ട്രക്ചറൽ ഡിസൈനും ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മളത് ആക്ച്വലി ഇവിടെ വന്നപ്പോഴാണ്, പ്രത്യേകിച്ച് അസറ്റ് ഹോംസിൽ വന്നപ്പോഴാണ് നമ്മളത് കാണുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ ഇവിടെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സ്റ്റീല് കാരണം നമ്മളുടെ പ്രൊജക്ട് കോസ്റ്റ് വല്ലാതെ കൂടുന്നു, അങ്ങനത്തേതായ ഇഷ്യൂസ്. അപ്പം ഇത് സ്റ്റീലിന്റെ ക്വാണ്ടിറ്റി എവിടെയൊക്കെ എന്തൊക്കെ നമുക്കൊരു ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എങ്ങനെ അതിനെ ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും, അതിന്റെ ക്വാണ്ടിറ്റി കൂടുതലാണോ കുറവാണോ, അങ്ങനത്തെ ഒരു ഇത്രയും കൂടി ഡീപ്പായിട്ട് എനിക്ക് പോണമെന്നുണ്ട് ഈ കോഴ്സിൽ കൂടെ. അതാണ് ഞാൻ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി അതൊരു പോയിന്റ് ഞങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി അതാണ് അതിൻ്റെ അത് പലപ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു നല്ലൊരു എഞ്ചിനീയറിന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഞങ്ങളൊരു സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസിയാണ് പ്രൈമറിലി നടത്തുന്നത്. അപ്പൊ സ്റ്റീല് കൂട്ടുന്നതിൽ ഒരു കൾപ്രിപ്റ്റ് ഞങ്ങളാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോഡ്സ് റിവിഷൻ വരും ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ എഞ്ചിനീയറിംഗ് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2016 കോഡ് കാര്യമായിട്ട് മാറ്റം വന്നു. 200 പേര് കൂടുതൽ താമസിക്കുന്ന അപ്പാർട്ട്മെന്റുകളിലൊക്കെ എർത്ത്ക്വേക്കിന് വരുമ്പോ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇമ്പോർട്ടൻസ് നേരത്തെ 1 ആയിരുന്നു, അതിപ്പോ 1.2 ആക്കാൻ പറഞ്ഞു. അപ്പൊ അത് നേരെ ജമ്പ് ചെയ്തു. പിന്നെ ലാറ്ററൽ ലോഡിങ്ങിന് കോളത്തിന് മിനിമം 30 സെന്റിമീറ്റർ സൈസ് വേണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ബിൽഡിംഗ് സേഫ് ആക്കാൻ വേണ്ടി ഗവൺമെന്റ് വരുന്ന റെഗുലേഷൻ കൊണ്ടാണ് കുറച്ച് സ്റ്റീൽ കൂടുന്നത്. എന്നിരുന്നാലും ഇതിനൊരു തമ്പ് റൂൾ ഉണ്ട്. അപ്പൊ ആ തമ്പ് റൂൾ മനസ്സിലാക്കി തരാൻ ഡെഫിനറ്റ്ലി ആ സ്ട്രക്ചറൽ സെഷനിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ളവരാണ് കൈകാര്യം ചെയ്യുന്നത്. അവരോട് ഞങ്ങൾ ഈ പോയിന്റ്, ടിനുവിന്റെ പോയിന്റ് സ്പെസിഫിക് ആയിട്ട് പറയും. അതിനൊരു ബാൻഡ് വിഡ്ത്ത് ഉണ്ട് ടിനു. അതായത് നമ്മളൊരു സ്ട്രക്ചർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 1/2 കിലോ കൂടിയ സ്ക്വയർ ഫീറ്റ് മേല് നമുക്ക് 40 രൂപ 50 രൂപ നഷ്ടം വരും. അവിടെയാണ് ടിനുവിന്റെ പ്രശ്നം. പക്ഷേ സ്ട്രക്ചർ അൺസേഫ് ആയ നിങ്ങൾ 5000 രൂപയ്ക്ക് വെക്കുന്ന സാധനം വേസ്റ്റാ. അപ്പൊ അതിൻ്റെ അത് എക്കണോമിയും ഇതും കൂടെ ബാലൻസ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് സേഫ്റ്റി, പുറകെ എക്കണോമി വരണം. അപ്പൊ അതിനൊരു ബാൻഡ് വിഡ്ത്ത് ക്ലാസ്. അപ്പൊ ഞാൻ എപ്പോഴും പറയും വാട്ട് ഈസ് റോങ് ഇൻ WL²/8 എന്ന്. അതായത് നമ്മൾ എല്ലാവരും പഠിച്ചു ഒരു സിമ്പിൾ സപ്പോർട്ടഡ് ബീമിന്റെ ബെൻഡിങ് WL²/8 അതറിയാമെങ്കിൽ ശരിക്കും സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാം. പക്ഷെ അതിൽ നിന്ന് ഇവോൾവ് ചെയ്ത് നമ്മൾ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യും. അപ്പൊ ഞാൻ പറയുന്നത് എപ്പോഴും ഒരു ബാൻഡ് വിഡ്ത്ത് ഉണ്ട്. ആ ബാൻഡ് വിഡ്ത്തില് ഇപ്പൊ 20 നില കെട്ടിടമാണെങ്കിൽ ഇത്ര കിലോ സ്ക്വയർ ഫീറ്റിന് വരും എന്ന് ടിനുവിന് അറിയാമെങ്കിൽ ടിനുവിന് കിട്ടിയ ഡിസൈൻ ശരിയാണോ ഓവർ ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും. അത് ഡെഫിനറ്റ്ലി വി വിൽ ട്രൈ ടു കൺവേ ടു യു ഇൻ ദ ക്ലാസ്.
അപ്പൊ ഒരുപാട് ടെക്നിക്കലി പോണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ ഡെഫിനറ്റ്ലി ഈ ഒരു തമ്പ് റൂൾ, അതായത് ഞാൻ ബേസിക്കലി സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്യാനല്ല പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് വേണ്ടത് നിങ്ങൾ നോക്കിയാൽ, നിങ്ങൾക്ക് ഇപ്പൊ ചെറിയാൻ മാത്യു നോക്കിയാൽ ഒരു പ്രൊജക്ട് വരുന്നു. ചെറിയാൻ മാത്യുവിന് ആ ബ്രിഡ്ജിന്റെ ഒരു ആസ്പെക്ടിൽ ഇത്ര കമ്പോണന്റ് ഏകദേശം തമ്പ് റൂളിൽ വരുമെന്ന് ചെക്ക് ചെയ്യണം. ബാക്കി എഞ്ചിനീയറിംഗ് ഇവരും തരുന്നൊരു ഡാറ്റ നമുക്കൊരു എഞ്ചിനീയർ എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റണം. സത്യം പറഞ്ഞാൽ നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ നമുക്കൊരു ലിൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ലിൻഡലിനെ പറ്റി എത്രയോ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്തു. സ്ട്രക്ചറൽ അനാലിസിസ് പഠിച്ചു, സ്ട്രക്ചറൽ ഡിസൈൻ ആൻഡ് ഡ്രോയിങ് പഠിച്ചു, സ്റ്റീൽ സ്ട്രക്ചർ പഠിച്ചു, കണക്ഷൻ പഠിച്ചു. പക്ഷെ നമ്മളോട് ഒരു ലിൻഡൽ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആരുടെയും സഹായം ചോദിച്ചു പോകും. അവിടുന്ന് മാറി നമ്മൾ കേപ്പബിൾ ആണ് തീരുമാനം എടുക്കുക. എലമെന്ററി കാര്യങ്ങൾ പഠിപ്പിക്കാനാണ്, അല്ലാതെ ഞങ്ങൾ അഡ്വാൻസ്ഡ് സ്ട്രക്ചറിലോ കോംപ്ലിക്കേറ്റഡ് ഡിസൈനോ അല്ലെ ഇതോ അതൊക്കെ ഞങ്ങളൊരു വി വിൽ കണക്ട് യു ടു ദാറ്റ്. പക്ഷെ അതിലേക്ക് ഡെപ്തിൽ പോവാതെ ഇങ്ങനത്തെ എലമെന്ററി ആയിട്ട് വേണ്ട നോളജിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ടിനുവിന്റെ പോയിന്റ് ഡെഫിനറ്റ്ലി നമ്മൾ ഓർത്തിരിക്കുന്നതായിരിക്കും. Okay, thanks. താങ്ക് യു. അടുത്തത് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ. വരുൺ മോഹൻ കേൾക്കുന്നുണ്ടോ? വരുൺ മോഹൻ, you can introduce yourself and എന്താണ് ഇതിനെ പറ്റി? വരുൺ മോഹൻ, ഞാൻ ഡ്രീം ഫ്ലോർ ഹൗസിംഗ് പറയുന്ന പ്രൈവറ്റ് കമ്പനിയിലെ ഒരു 7 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ. വരുൺ, ഹലോ വരുൺ, വോയിസ് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ആകുന്നുണ്ട്, പറഞ്ഞോളൂ വരുൺ. ഞാനിപ്പോ ഡ്രീം ഫ്ലോർ എന്നുള്ള കമ്പനിയിലെ ഒരു 7 വർഷം മനസ്സിലായി. ഡ്രീം ഫ്ലവറിൽ സൈറ്റ് എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാറിന് ഫേമിന് സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്തത് സാറിന്റെ ഫേമിൽ തന്നെയാണ്. ജിയോ സ്ട്രക്ചർ ആണ് നമ്മുടെ സ്ട്രക്ചറൽ കൺസൾട്ടന്റ്. അത്യാവശ്യം നമ്മുടെ സ്റ്റീൽ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ നമ്മളെ കാര്യം സ്റ്റീൽ സാറ് കുറച്ചും പോലുള്ള സ്റ്റീലിന്റെ ക്വാണ്ടിറ്റി കൂടുന്ന കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്കിടെ സാറ് നമ്മൾ ഓഫീസറായിട്ട് വിളിച്ച് ഡിസ്കസ് ചെയ്യാറൊക്കെ ഉണ്ട്. അതൊക്കെ അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അറിയാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നു ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി. താങ്ക് യു വരുൺ, താങ്ക് യു. ഡെഫിനറ്റ്ലി നമ്മൾ ഇതിൻ്റെ അകത്ത് സേവ് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ എന്തുകൊണ്ടാണ് അത് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്, അത് മാറി എന്ത് റിസ്ക് വരും എന്നുള്ളൊരു ജനറൽ അവയർനെസ്സും കാര്യങ്ങളും നമുക്ക് ഈ കോഴ്സ് കഴിയുമ്പോൾ അറിയാൻ പറ്റണം എന്നുള്ളതാണ്. അത് നമുക്ക് ആസ് എ ടീം വിൽ ട്രൈ ടു അച്ചീവ് ദാറ്റ് വരുൺ. കേട്ടോ, താങ്ക് യു. ഇട്ടിയൂര എബ്രഹാം. യെസ്, ഇട്ടിയൂര എബ്രഹാം. ഞാനൊരു ബിടെക് ഗ്രാജുവേറ്റ് ആണ്. ഇടുക്കിയിലാണ് പഠിച്ചത്. കോട്ടയത്താണ് എന്റെ വീട്. ഞാനിപ്പം അസറ്റ് ഹോംസിൽ ഒരു 1.5 വർഷമായിട്ട് ജോലി ചെയ്യുവാണ് സൈറ്റ് എഞ്ചിനീയർ ആയിട്ട്. പിന്നെ കോഴ്സ് ഞാൻ ഉദ്ദേശിക്കുന്നതല്ല, നമുക്ക് മാക്സിമം സൈറ്റിൽ മാക്സിമം എങ്ങനെ കോസ്റ്റ് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഈ പറയുന്നതല്ലാതെ നമുക്ക് മാക്സിമം സൈറ്റിനകത്ത് നമുക്ക് ഐഡിയോളജിക്കലായിട്ട് നമുക്ക് എങ്ങനെയാണ് കോസ്റ്റ് കൺട്രോൾ ചെയ്തിട്ട് ചെയ്യാനായിട്ട്. എവിടെയായിരുന്നു പഠിച്ചിരുന്നത്? ഇടുക്കി? ഇടുക്കിയില്ല, ബസിലിയസ് കോളേജ്. താങ്ക് യു വെരി മച്ച്. ഡെഫിനറ്റ്ലി, കാര്യം കോസ്റ്റ് കൺട്രോൾ ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ആസ്പെക്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാ, അതിൻ്റെ അകത്ത് ഒരു ഒപ്റ്റിമം ലൈൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം. വാല്യൂ എഞ്ചിനീയറിംഗ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ നോക്കിയിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. തീർച്ചയായിട്ടും വി വിൽ ട്രൈ ടു വർക്ക്ഔട്ട് ടുഗദർ. കേട്ടോ, കിട്ടിയില്ല. താങ്ക് യു. റമീസ്. ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് റമീസ് മുഹമ്മദ്. ഞാൻ അബാദ് ബിൽഡേഴ്സിലാണ് വർക്ക് ചെയ്യണത്. 7 വർഷമായി. സൈറ്റ് എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യണത്. ഓക്കെ. ഈ കോഴ്സിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ക്വാളിറ്റിയുടെ തന്നെ കുറച്ച് നമുക്ക് ക്വാളിറ്റി കൂട്ടാവുന്ന രീതിയിൽ നോക്കുക എന്നുള്ളത്. പിന്നെ നമ്മുടെ ഞാനിപ്പോ കൂടുതലും ഫിനിഷിംഗ് സ്റ്റേജിലാണ് നിന്നിരിക്കുന്നത്. എങ്കിലും അതായത് ബേസ്മെന്റിൽ അങ്ങനെ നിന്നിട്ടില്ല. ഒരു 5th ഫ്ലോർ മുതലൊക്കെയാണ് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കൂടുതലും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വരുന്ന ഒരു പ്രോബ്ലം ആണ് ക്രാക്ക്. ഈ മേസണറി യുടെയും ബീമിന്റെയും ജോയിന്റ്സ് ക്രാക്ക് വരാറുണ്ട്. അതിന് നമ്മൾ ആദ്യം മുതലേ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്
ഒരു അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, റമീസ് വളരെ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു പോയിന്റും കഴിഞ്ഞ 30 കൊല്ലമായിട്ട് ദിവസവും നമ്മളെ നിരന്തരം ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ക്രാക്ക് എന്നുള്ളൊരു ഇത്. ക്രാക്ക് പല തരത്തിലുള്ള ക്രാക്കുകളുണ്ട്. എക്സ്പാൻഷന്റെ ക്രാക്ക് ഉണ്ടാവും, സ്ട്രക്ചറൽ ക്രാക്ക് ഉണ്ടാവും, ഇതുണ്ടാവും. അത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം? ഇത് ഞങ്ങളുടെ സിലബസിൽ ഇല്ലാതിരുന്ന ഒരു പോയിന്റ്. പക്ഷേ റമീസിന്റെ ഈ പോയിന്റ് തീർച്ചയായിട്ടും ഞങ്ങൾ എടുക്കും. ഇതിനെപ്പറ്റി ഒരു സ്പെഷ്യൽ സെഷൻ ക്രാക്കിനെ പറ്റി കവർ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാം. റമീസ്, താങ്ക് യു വെരി മച്ച് ഫോർ പോയിന്റിങ് ഇറ്റ് ഔട്ട്. അതൊരു വലിയ കാര്യമാണ്. കാര്യം ഇത് കഴിഞ്ഞ് ക്ലയന്റിന് ബിൽഡിംഗ് കൊടുത്തു കഴിയുമ്പോൾ അതെ സാർ, അത് ഒരു ഭയങ്കര ഒരു വിഷയമാണ്. അത് ഈ ടോപ്പ് ഫ്ലോറിലാണ് ഏറ്റവും കൂടുതൽ വരുന്നതും. അതൊരു ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്കറിയാം, പക്ഷെ എന്നാലും ക്ലയന്റ് അത് കാണുമ്പോഴത്തേക്കും അതൊരു പ്രശ്നമാണ്. അങ്ങനെ ഒരു വലിയ ഇഷ്യൂ ആക്കും. നമ്മള് ക്രാക്ക് ഫില്ലർ ഒക്കെ ഉപയോഗിച്ച് ക്ലിയർ ചെയ്യും. അപ്പം നിൽക്കുമെങ്കിൽ ഈ ടോപ്പ് ഫ്ലോറിൽ അത് കൂടുതലായും പിന്നെയും കാണാറുണ്ട്. മെയിനായിട്ട് ഈ ബീമും ബ്ലോക്കിന്റെ നമ്മള് മെഷൊക്കെ വെച്ചാണ് ചെയ്യണത്, എന്നാലും വീണ്ടും അത് കാണാറുണ്ട്. അതിന് ഇപ്പൊ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന പ്രോജക്റ്റ് നമ്മൾ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് അത് ജോയിന്റ്സ് ക്ലിയർ ചെയ്ത് ചെയ്യുന്നുണ്ട്. അത് അതിന്റെ ഒരു തീർച്ചയായിട്ടും റമീസ്, അതിനെപ്പറ്റി ഒരു സെഷൻ തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാം. ക്വാളിറ്റിയുടെ അത് ക്രാക്കിനെ എങ്ങനെ ഇത് ചെയ്യാം, എന്തൊക്കെ ടൈപ്പാണ് ക്രാക്ക് ഉള്ളത്, എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇവിടെ പലരും സീനിയർ ആയിട്ടുള്ള ഇപ്പൊ ടിനു ഒക്കെ കുറെ 13 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്. അവരും ഒക്കെ സൈറ്റുകളിൽ ചെയ്യുന്ന എല്ലാം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് വിൽ കം അപ്പ് വിത്ത് പ്രോപ്പർ സൊല്യൂഷൻ. ഞങ്ങൾക്ക് അറിയാവുന്ന സൊല്യൂഷൻ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ എക്സ്പെർട്സ് വരുന്നവരോട് ഞാൻ ഈ പർട്ടിക്കുലർ ഏരിയ കവർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള റമീസ്. താങ്ക് യു വെരി മച്ച്. അരുൺ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് അരുൺ. സാർ, ഞാൻ ഡ്രീം ഫ്ലവർ വർക്ക് ചെയ്യുന്നു. പ്രോജക്ട് എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ 10 ഇയേഴ്സോളായി ഇവിടെ നിൽക്കുന്നത്. അപ്പൊ നമുക്കൊരു മെയിൻ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ലാബിന്റെ തിക്നെസ് ഫയർ റോൾ അനുസരിച്ച് ഇപ്പൊ തിക്നെസ്സിന് കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ആക്ച്വലി ഡെഡ് ലോഡിനെ എഫക്ട് ചെയ്യുന്നില്ല ഇത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ സ്റ്റീൽ കൂടുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് അതിന്റെ റീസൺ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, ഒന്നുകൂടെ അരുൺ പറയോ? സ്ലാബിന്റെ തിക്നെസ് ഫയർ റോളിനനുസരിച്ച് ഇപ്പത്തെ കഴിഞ്ഞ ദിവസം അപ്പൊ അത് ഡെഡ് ലോഡ് കൂടുന്നതനുസരിച്ച് നമുക്ക് വീണ്ടും അതിന്റെ സ്റ്റീലിന്റെ വെയിറ്റും കൂടുന്നുണ്ട്. ഇതുണ്ട്, നമുക്ക് എങ്ങനെ അഡ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഫയറിന്റെ ഒരു കൺസൾട്ടന്റ് നമുക്ക് ഒരു സെഷൻ കവർ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ ഇത് സ്ട്രക്ചറലി കണക്റ്റഡ് ആയതുകൊണ്ട് ഞാൻ അതിന്റെ റിപ്ലൈ ഞാൻ ഇപ്പൊ തന്നെ ഒരു പോയിന്റ് പറയാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളുടെ അരുണിന്റെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ 1 hour ഫയർ റേറ്റിംഗ് ആയിരുന്നു വരുന്നത് ബിൽഡിംഗ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ 10 സെന്റിമീറ്റർ കനത്തിൽ സ്ലാബ് മതി. അപ്പൊ ഒരു 12 അടി സ്ലാബ് 3.6 മീറ്റർ വരെയൊക്കെ ആണെങ്കിൽ, അല്ലെ 3 മീറ്റർ വരെയാണെങ്കിൽ 10 അടി ആണെങ്കിൽ നമുക്ക് തമ്പറുള്ള L/35 എടുത്തിട്ട് 10 സെന്റിമീറ്റർ കന സ്ലാബ് മതി. പക്ഷെ ഇപ്പോഴത്തെ പുതിയ നാഷണൽ ബിൽഡിംഗ് കോഡ് നിയമപ്രകാരം നമുക്ക് 2 മണിക്കൂർ ഫയർ റേറ്റിംഗ് വേണം. 2 മണിക്കൂർ തീ പിടിച്ചാലും സ്ലാബ് പോകരുത്. അപ്പൊ ഇപ്പൊ അരുണിന്റെ പ്രൊജക്റ്റിലൊക്കെ സ്ലാബിന് 12.5 സെന്റിമീറ്റർ കനമായി. കാര്യം ആ കോഡ് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ബിൽഡിംഗ് തീ പിടിച്ചാല് 2 മണിക്കൂർ ഡാമേജ് വരരുത്. അപ്പൊ അങ്ങനെ വന്നപ്പോ കമ്പിയുടെ സൈസ് കൂടി, കോസ്റ്റ് കൂടി എന്നുള്ളതാണ് അരുണിന്റെ പോയിന്റ്. പക്ഷെ അത് നമ്മൾ ടെക്നിക്കലി ഇംപ്രൂവ് ചെയ്യുന്നോണ്ടാണ് അരുൺ. കുഴപ്പമില്ല, ഡ്രീം ഫ്ലവറിനോട് ഒരു 500 രൂപ സ്ക്വയർ ഫീറ്റ് കൂട്ടിക്കാൻ പറഞ്ഞാൽ മതി, വിറ്റോളൂ കേട്ടോ, കാര്യം നടന്നോളൂ. ഡോണ്ട് വറി, നമുക്ക് സേഫ്റ്റി ആളുകൾക്ക് കൊടുക്കാം, ബെറ്റർ പ്രൊഡക്റ്റ് കൊടുക്കാം. അത് ഭാവിയിൽ ആവശ്യമാണ്. പക്ഷെ അരുണിന്റെ കൺസെപ്റ്റ് എനിക്ക് മനസ്സിലായി. ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. അരുൺ എന്തെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞോളൂ, അൺമ്യൂട്ട് ചെയ്യേണ്ടി വരും. ഫ്ലാറ്റ് നമ്മുടെ ഹോളി ഫെയ്ത്തിലൊക്കെ പൊളിച്ചല്ലോ. അപ്പൊ സാറിന് ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ നമ്മള് വേസ്റ്റ് ഇപ്പൊ നമ്മള് റീയൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. അത് എത്രത്തോളം പോസിബിൾ ആണത്? റീയൂസ്, അതായത് അതിൻ്റെ അകത്തുള്ളത് പലതും സ്റ്റീൽ മുഴുവൻ സ്ക്രാപ്പ് എടുത്തിട്ട് അത് നമ്മൾ കഷ്ണങ്ങളായിട്ട് എടുത്ത് റീപ്രോസസിങ് ചെയ്ത് അത് പ്രൊഡക്റ്റ് ആയിട്ട് വരും. മറ്റേത് വരുന്നത് നമ്മൾ ക്രഷ് ചെയ്തിട്ട് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിച്ചിട്ട് കൂടുതലും ഫില്ലിങ്ങിനാ പോയത്. റോഡ് ഫില്ലിങ്ങിന് കാര്യമായിട്ട് സാധനങ്ങൾ പോയി. ഇനി കുറെ ഏരിയ അവർ റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് അഗ്രിഗേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ചെറിയ വർക്കുകൾക്ക് നമുക്ക് ഉപയോഗിക്കാം. ക്രിട്ടിക്കൽ വർക്കിനല്ല, ചെറിയ വർക്കിന്. അത് അതിന്റെ വർക്ക് നടക്കുന്നുണ്ട്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തോ ടെക്നിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണോ പറയുന്നത്? ഇല്ല, കുഴപ്പമില്ല. ഞാനായിരുന്നു ഗവൺമെന്റിന് വേണ്ടി അതിന്റെ എക്സ്പേർട്ട്. ഞാനാണ് ഫ്ലാറ്റ്. അതായത് അൺഫോർച്ചുനേറ്റ്ലി
ഈ പൊളിച്ച 5 കെട്ടിടത്തിൽ 4 കെട്ടിടം ഡിസൈൻ ചെയ്തത് ഞാൻ തന്നെയാണ് 2006 ഗവൺമെന്റിന്റെ പ്രഷർ കൊണ്ട് അത് പൊളിക്കാനുള്ള എഞ്ചിനീയറിംഗ് ചെക്കിങ്ങും, അതായത് സൗത്ത് ആഫ്രിക്ക എന്നുള്ള കമ്പനികളാണ് പ്രൈമറിലി എഞ്ചിനീയറിംഗ് കൊണ്ടുവന്നത്. അവരുടെ ടെക്നിക്കലും ക്ലിയറൻസും ഓഡിറ്റിങ്ങും ഇൻസ്പെക്ഷനും നടത്തിയത് ഞാനാണ്. അപ്പൊ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും ഇതിന്റെ എങ്ങനെ ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസ് കൊടുത്തത് ഞാൻ കമ്മിറ്റി മെമ്പർ ആയിരുന്നു, അഡ്വൈസറി ആയിട്ട്. അപ്പൊ അതിനകത്ത് ഒരളവ് വരെ, പക്ഷെ നമുക്ക് അല്ലാതെ തന്നെ മെറ്റീരിയൽ വിറ്റുപോയി 40 ലക്ഷം രൂപ നമുക്ക് കിട്ടി അതിനെ, ഈ സ്ക്രാപ്പ് മെറ്റീരിയൽ കൊണ്ടുപോകുന്നതിനെ. അപ്പൊ അതിനാണ് ഉപയോഗിച്ചത്. നമുക്ക് ഡെഫിനറ്റ്ലി അതിനെപ്പറ്റി ഒരു സെഷൻ ഡിസ്കസ് ചെയ്യാം കേട്ടോ, എങ്ങനെയാ അത് ചെയ്യുന്നതെന്നുള്ള എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സും ഒന്ന് കവർ ചെയ്യാം കേട്ടോ. താങ്ക് യു അരുൺ. രതീഷ് അൺമ്യൂട്ട് ചെയ്യണം രതീഷ്. സാർ ഹലോ, പറഞ്ഞോളൂ രതീഷ്. സാറേ ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഡ്രീം ഫ്ലോറിൽ വർക്ക് ചെയ്യുന്നതാണ് സാറേ, ഡ്രീം ഫ്ലോർ ബിൽഡേഴ്സ്. ഓക്കെ. അരുണിനും വരുണിനെ പോലെ തന്നെ വർക്ക് ചെയ്യുന്നത് 11 വർഷമായി ഡ്രീം ഫ്ലോറിൽ. ഓക്കെ. സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് തന്നെ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ. എന്തെങ്കിലും കൂടുതൽ ഈ കോഴ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താണ്? കമ്പനി അടയ്ക്കാൻ എന്നോട് പറയാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഡെഫിനറ്റ്ലി വിൽ ട്രൈ ടു വർക്ക്ഔട്ട്. എന്തുകൊണ്ടാണ് വരുന്നത് വർക്ക്ഔട്ട് ചെയ്യാം. സാറേ നമ്മൾ DMC പെയിന്റിന്റെ ഫ്ലഷിങ്ങിന്റെ ഡീറ്റെയിൽ എന്തോരം വേണ്ടി വരും നമുക്ക്? ചില ഇപ്പൊ ചിസലിംഗ് ഒക്കെ കുറച്ച് ഇപ്പം നമ്മുടെ ചിസലിംഗ് ഇപ്പൊ നമ്മള് പൊതുവെ കുറയ്ക്കുന്നുണ്ടല്ലോ, ചിസലിംഗ് വേണ്ട എന്നുള്ളതും. പിന്നെ ഫ്ലഷിങ് എന്തോരം ടൈം വേണ്ടി വരും സാറേ? നമ്മൾ മാക്സിമം ബോറിങ് കഴിഞ്ഞ് എത്ര ടൈം ഒക്കെ വേണ്ടി വരും അതിന്റെ? രതീഷ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്കൊരു ഫൗണ്ടേഷനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സെഷൻ ഉണ്ട്. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് പലയിടത്തും DMC ഫയൽ ചെയ്യുമ്പം നമ്മൾ പണ്ട് ചെയ്തിരുന്ന പെർക്കഷൻ ഡ്രില്ലിംഗ് സിസ്റ്റം ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം എന്താ വെച്ചാൽ നെയ്ബേഴ്സിൽ നിന്നുള്ള പ്രോബ്ലം കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ റോട്ടറി സിസ്റ്റം ആണ് ചെയ്യുന്നത്. ട്രാക്ടർ മൗണ്ടഡ് ഡ്രില്ല് കൊണ്ടിട്ടാണ് ബോർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഡെപ്ത് എത്തിയിട്ട് ഈ ബോർ ക്ലീൻ ചെയ്യാൻ നമ്മൾ ചിസിൽ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മള് ഈ നമ്മുടെ ഇതിന് ട്രാക്ടർ വെച്ച് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഇത് ടൂളിന് ഒട്ടും വെയിറ്റ് ഇല്ല. അപ്പൊ സൈഡ് വൃത്തിയാവൂല. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കൽ ഡെപ്ത് എത്തി കഴിഞ്ഞിട്ട് അപ്പൊ ഷെയ്ക്ക് ഉണ്ടാവൂല, ചുറ്റുമുള്ള ബിൽഡിംഗ് ഷെയ്ക്ക് ആവൂല. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഊരി മാറ്റി നമ്മുടെ ചിസിൽ ഇറക്കി ബോർ ക്ലീൻ ചെയ്യും. ബോർ ക്ലീൻ ചെയ്തിട്ട് അപ്പോഴും ഈ ഫുൾ ചെളി പോയിട്ടുണ്ടാവൂല. അതുകൊണ്ടാണ് നമ്മൾ രതീഷ് പറഞ്ഞ ഫ്ലഷിങ് ചെയ്യുന്നത്. ഫ്ലഷിങ് മിനിമം 1 hour ചെയ്യണം എന്നുള്ളതാണ് ക്രൈറ്റീരിയ. പക്ഷെ അതിനകത്ത് നിങ്ങൾക്ക് സാമ്പിൾ വരുന്നതിന്റെ ഹൈഡ്രോമീറ്റർ വെച്ച് ഇത് കണ്ടുപിടിച്ചിട്ട് അത് ഓക്കെ ആണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ക്ലിയറൻസ് കൊടുക്കാം. പക്ഷെ മിനിമം 1 hour ചെയ്യുന്നതാണ് ബോർ ക്ലിക്കാനും. ഇതെന്താന്ന് പറയുമ്പോൾ നിങ്ങളുടെ പൈല് ചിലപ്പോൾ 35 മീറ്റർ താഴെ ആയിരിക്കും. നമുക്ക് 35 മീറ്റർ താഴെ എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ഈ വരുന്ന സാമ്പിളിന്റെ ഉള്ളു. അപ്പൊ അതുകൊണ്ട് മിനിമം 1 hour ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. അതാണ് നമ്മൾ പൊതുവെ സൈറ്റുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അത് നമുക്ക് ഹൈഡ്രോമീറ്റർ വെച്ച് ടെസ്റ്റ് ചെയ്ത് വെരിഫൈ ചെയ്തിട്ട് അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നതാണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ആ സെഷൻസ് വരും. അപ്പൊ നമുക്ക് ഇന്ററാക്ട് ചെയ്ത് നമുക്ക് ഇത് ചെയ്യുകയും ചെയ്യാം കേട്ടോ. മിനിമം സങ്കന്റെ ഡെപ്ത് എന്തോരം വേണ്ടി വരും സാറേ? മിനിമം സങ്കൻ ഡെപ്ത് മിനിമം കൂടുതലായി കഴിഞ്ഞാൽ ലോഡ് നമ്മളത് റീഫിൽ ചെയ്ത് ചെയ്യാനെടുത്ത് നമുക്ക് സങ്കന് പ്രോബ്ലം ഉണ്ടാവുക. നമ്മളിപ്പോ 25 ആണ് സങ്കനൊക്കെ നമ്മൾ കൂടുതൽ പ്ലംബിംഗ് ലൈന് വേണ്ടി ചെയ്യുന്നത്. അപ്പം കൂടുതൽ ഡെപ്ത് ആക്കി അത്ര 25 ഫില്ലിങ് വന്നു കഴിഞ്ഞാൽ സ്ലാബിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് സാർ? അത്ര ലോഡ് വരാൻ പറ്റുന്നത്? രതീഷ്, അതൊരു വളരെ അനദർ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മുടെ പ്ലംബിങ്ങിന് ഒരു സെഷൻ അരുൺ ചെയ്യുന്നുണ്ട്. ഭവാനി നിങ്ങളുടെയും കൺസൾട്ടന്റ് ആണെന്ന് അരുൺ ഭവാനി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മൾ 30 സെന്റിമീറ്റർ വരെ സംഘം കൊടുക്കുമായിരുന്നു. പക്ഷെ അത് തിരിച്ച് പില്ലുമ്പോൾ ലോഡ് വളരെ ഹെവിയാണ്. അപ്പൊ ഇപ്പൊ മിക്ക പ്രൊജക്ട്സ് നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മൾ 7 സെന്റിമീറ്റർ മാക്സിമം സംഘമുള്ളൂ ഒരു സ്ലോപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടിയിൽ പഞ്ച് ചെയ്തിട്ട് അടിയിൽ നിന്ന് പൈപ്പ് പുറത്തെടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പ്ലംബിംഗിൽ വരുമ്പോൾ ഇതാണ്. പക്ഷെ രതീഷ് പോയിന്റ് ഔട്ട് ചെയ്ത വലിയൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആ കാര്യം. 15 നില പ്രൊജക്ട് ഉണ്ടെങ്കിൽ ഇത്രയും സംഘം വരുമ്പോൾ കണ്ടമാനം ലോഡ് ബിൽഡിങ്ങിലേക്ക് കയറും. അത് കുറയ്ക്കുന്ന ഒരു സിസ്റ്റമാണ് നല്ലത്. പിന്നെ ഒരു ലീക്ക് പൈപ്പിന് വന്നു കഴിഞ്ഞാൽ സംഘന്റെ അകത്ത് അത് റെക്ടിഫൈ ആണ്, ഇത് മുഴുവൻ കുത്തിപ്പൊളിച്ച് കളയണം. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഡ്രില്ല് ചെയ്ത് താഴോട്ട് എടുത്തിട്ട് ലാറ്ററലി മൂവ് ചെയ്ത് എടുക്കുന്നത്, എന്നിട്ട് ഫോൾ സീലിംഗ് കൊടുക്കുന്നത്. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഫോൾ സീലിംഗ് പൊളിച്ചിട്ട് ലീക്ക് ഉണ്ടെങ്കിൽ ആ പോയിന്റ് നമുക്ക് ട്രീറ്റ് ചെയ്ത് സോൾവ് ചെയ്യാം. പക്ഷെ ഇതിനെപ്പറ്റി നമുക്ക് പ്ലംബിംഗ് സെഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യണം. കാര്യം എനിക്കും അതിനകത്ത് കുറെ ഡൗട്ട് ഉള്ളതാണ്. കാര്യം എന്താ വെച്ചാൽ നമ്മൾ താഴത്തെ ഫ്ലാറ്റിലെ ആളെ ഡിസ്റ്റർബ് ചെയ്താലേ മുകളിലത്തെ ഫ്ലാറ്റിന്റെ ആളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് നമുക്ക് എങ്ങനെ ഒരു ഒപ്റ്റിമം ഉണ്ടാവുന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. രതീഷ്, താങ്ക് യു രതീഷ്. അലൻ അലക്സാണ്ടർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഞാനൊരു നിക്മാർ പൂനെ 2013 പാസ് ഔട്ട് ആണ്. ഞാൻ ഓൾമോസ്റ്റ് 6 to 7 years I was working with L&T at project sites and working at
head office Chennai and then moved to Hyderabad. Recently, I have relocated to Pune because of my family reason. You are relocated to Pune. Pune. Okay. Yeah. അതല്ല സാർ, ഞാൻ ബേസിക്കലി ഇത് ഈ ട്രെയിനിങ് സെഷൻ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് പറയുന്നത് ആക്ച്വലി നമ്മളിപ്പം കേരളത്തിലുള്ള ഒരുപാട് സാധാരണക്കാർ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ഇഷ്യൂ ആണ് ഹൗസിംഗ്. അതായത് ഒരുപാട് ആൾക്കാർക്കും ശരിയായ ഒരു വീടോ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം വീട് ഇപ്പം വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മുടെ ആ ഒരു കോസ്റ്റും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർക്ക് അഫോർഡ് ചെയ്യുന്നതിലും ഭയങ്കര കൂടുതലാണ്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നല്ലൊരു സേവിങ്സ് കൂടി ഈ ഒരു വീട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ പുള്ളിക്ക് വേറെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോകും. അന്നേരം എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾക്ക് മെയിനായിട്ട് നമ്മൾ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ മെറ്റീരിയൽസ്, സിമെന്റ്, സ്റ്റീൽ, അതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ പ്രൊജക്ട് കോസ്റ്റ് ആഡപ്പ് ചെയ്യുന്നത്. ഒരു ഫ്ലാറ്റ് ആണെങ്കിൽ എന്തായാലും ശരി. പക്ഷെ നമ്മൾ ഇപ്പം ഒരുപാട് ഇപ്പം റാപ്പിഡ് ഹൗസിംഗ് അല്ലെങ്കിൽ മാസ് ഹൗസിംഗ്, ബഡ്ജറ്റ് ഹൗസിംഗ്, അങ്ങനെ ഒരു കൺസെപ്റ്റ് നേരത്തെ മുതലുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിലധികം അത്ര പോപ്പുലർ അല്ല. അന്നേരം ബാക്കിയുള്ള സിറ്റീസിലുള്ള ഈ ഒരു, അതായത് ഇപ്പം 20 ലക്ഷം രൂപയ്ക്ക് ഒരു ഫ്ലാറ്റ്, പക്ഷെ നമുക്ക് പെട്ടെന്ന് കേൾക്കാൻ 20 ലക്ഷം രൂപയ്ക്ക് ഫ്ലാറ്റ് കിട്ടൂ, അങ്ങനെ ഒരു ചിന്തയൊക്കെ വരാം ഒരു പക്ഷെ നമുക്ക് ആ ഒരു മോഡൽ, ഒരു മാസ് ഹൗസിംഗ് അല്ലെങ്കിൽ ഒരു റാപ്പിഡ് ഹൗസിംഗ് വിതൗട്ട് കോംപ്രമൈസിങ് ഇൻ ക്വാളിറ്റി, അതായത് നമ്മളിപ്പോൾ ഈ 40 ലക്ഷം രൂപ 50 ലക്ഷം രൂപ എന്നൊക്കെ നമ്മൾ പറഞ്ഞത് നമുക്ക് കിട്ടുന്നത് ആക്ച്വലി അത് ഉണ്ടാക്കിയെടുക്കാൻ 50 ലക്ഷം രൂപ ആവും ഒരു പക്ഷെ. അന്നേരം ആ ബിൽഡറിന്റെ ആ ഒരു പ്രോഫിറ്റ് മാർജിനൊക്കെ ആക്ച്വൽ ഹിഡൻ കോസ്റ്റ് ഒരുപാടുണ്ട്, നമ്മൾ അറിയാത്ത ഒരുപാട് കോസ്റ്റുകളുണ്ട്. അന്നേരം ശരിക്കും അങ്ങനെ ഒരു മോഡൽ നമ്മൾ പെട്ടെന്ന് നമുക്കൊരു 10+2 അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എക്സാമ്പിൾ അങ്ങനെ ഒരു നമുക്ക് ഇവിടെ കൊച്ചിയിലോ എറണാകുളത്തോ കൊല്ലത്തോ ഏതെങ്കിലും സ്ഥലത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ നമ്മളൊരു സ്മോൾ സ്കെയിൽ ഇപ്പം ചെറുതായിട്ട് ഒരാൾക്കൊരു വീട് വെക്കണം, ഒരു ചെറിയൊരു വീട് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇന്നോവേറ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ എഫക്റ്റീവ് മെത്തേഡ്സ് വിതൗട്ട് കോംപ്രമൈസിങ് ക്വാളിറ്റി, അതായത് നമ്മൾ സിമെന്റിന്റെ ഗ്രേഡ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ ലോ ക്വാളിറ്റി സ്റ്റീൽ ഇടുകയോ അത് നമുക്ക് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല ആസ് സിവിൽ എഞ്ചിനീയർ. അത് നമ്മുടെ പ്രൊഫഷണൽ എത്തിക്സിനോട് ചെയ്യുന്ന ഒരു വലിയൊരു തെറ്റായിരിക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ എപ്പോൾ ചെയ്താലും. അന്നേരം നമുക്ക് ശരിക്കും ഇങ്ങനെ ഒരു അഫോർഡബിൾ ഹൗസിംഗ് മറ്റുള്ള ഇന്ത്യൻ സിറ്റീസിലൊക്കെ, എസ്പെഷ്യലി മുംബൈ അങ്ങനെ ഏരിയയിലൊക്കെ നടക്കുന്നത് നമുക്ക് ശരിക്കും കേരളത്തിൽ കൊണ്ടുവന്ന് ഒരു പക്ഷേ ഒരുപാട് ആൾക്കാരുടെ സ്വപ്നങ്ങൾക്കൊരു സാക്ഷാത്കരിക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അറിയത്തില്ല, ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും, എനിക്കറിയത്തില്ല. ഇതൊന്നും റിയലി ആയിട്ട് തോന്നുന്നു. അന്നേരം എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. അലൻ, ഐ വെരി മച്ച് അപ്രീഷിയേറ്റ് യുവർ വിഷൻ. എല്ലാ സാധനത്തിന്റെ ഡെവലപ്മെന്റും ഇങ്ങനെ ആരുടെയും മനസ്സിൽ ഉദിച്ചു വരുന്ന കാര്യങ്ങളാണ് സൊസൈറ്റിനെ മുന്നോട്ട് നയിക്കുന്നത്. മാസ് ഹൗസിംഗ് ഒരു ലാർജ് സ്കെയിലിൽ ആവശ്യമാണ്. അത് ഇപ്പൊ നമ്മളുടെ പയ്യെ വന്നു തുടങ്ങി, പ്രീഫാബ് ഇൻഡസ്ട്രീസ് ആയി തുടങ്ങി, റാപ്പിഡ് മാസ് കൺസ്ട്രക്ഷൻ ആയി തുടങ്ങി. നമുക്ക് ഇവിടെ കെഫ് എന്ന് പറഞ്ഞ നല്ല എക്സാമ്പിൾ ആണ്. കെഫ് എന്ന് പറഞ്ഞ നമ്മുടെ ഇൻഫാക്ട് കേരള ബേസ്ഡ് ഒരു ഗ്രൂപ്പാണ്. അവർ പ്രീഫാബ് ഇൻഡസ്ട്രിയിലേക്കാണ് അവർ ചെയ്യുന്നത്. പ്രീഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള മോഡ്യൂൾ അസംബിൾഡ് ബിൽഡിംഗ് വന്നു തുടങ്ങി, മോഡുലാർ കൺസ്ട്രക്ഷൻസ് വന്നു തുടങ്ങി. ഇപ്പൊ ഉദാഹരണത്തിന് അലൻ, ഞങ്ങളൊരു ഹോസ്പിറ്റൽ, അവിറ്റീസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് പാലക്കാട് നെന്മാറ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം നമ്മുടെ കണ്ടെയ്നർ ഇല്ലേ, കണ്ടെയ്നറിന്റെ അകം റീമോഡിഫൈ ചെയ്തിട്ട് അതിന്റെ സൈസ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് ഹോസ്പിറ്റൽ മുറിയാക്കും. എന്നിട്ട് ഇത് വെറുതെ പെറുക്കി വെച്ചാൽ മതി ബ്ലോക്ക് ആയിട്ട്. സോ ഞാൻ പറഞ്ഞ ഇത് ഫോറിനിലുള്ള ടെക്നോളജി അല്ല, ഞങ്ങള് കൺസൾട്ടന്റ് ആയിട്ട് ഞങ്ങൾ നാട്ടിൽ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. പക്ഷെ ദുബായിൽ നിന്നുള്ള സപ്പോർട്ടായിരുന്നു. അപ്പൊ പക്ഷെ ഈ അങ്ങനത്തെ പ്രൊജക്ട്സ് ഒക്കെ വന്നു തുടങ്ങി. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്ത് ഇന്നോവേഷൻ കൊണ്ടിരിപ്പോ ശോഭ ചെയ്യുന്നുണ്ട് കുറെ പ്രീഫാബ്. അത് പക്ഷെ ലോ എൻഡിനല്ല, ലോ ഇതല്ല. പക്ഷെ റാപ്പിഡ് ഹൗസിംഗ് നമ്മളിപ്പോ ബോംബെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അടുത്ത് നമ്മുടെ മൈവൻ ഫോം വർക്ക് ഉപയോഗിച്ചിട്ട് അലുമിനിയം ഫോം വർക്ക് മാസീവ് ആയിട്ടുള്ള സ്ലം റീഹാബിലിറ്റേഷൻ പ്രൊജക്ട്സ് നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ അതിലൊന്നും ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ല. അപ്പൊ ഡെഫിനറ്റ്ലി നമുക്ക് ഓൾട്ടർനേറ്റ് കമ്പോണൻസ് എന്ന് പറഞ്ഞൊരു സെഷൻ അഭിലാഷ് ജോയ് ചെയ്യുന്നുണ്ട് നമ്മുടെ കോഴ്സിന്റെ പാർട്ടായിട്ട്. ഡിഫറെന്റ് ഇന്നോവേറ്റീവ് ടെക്നോളജി ഫോർ ബിൽഡിംഗ്. ഡെഫിനറ്റ്ലി അലന്റെ ഇന്ററാക്ഷൻ ആ സെഷനിൽ വേണം. തീർച്ചയായിട്ടും വി വിൽ ട്രൈ ടു ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഡിബേറ്റ് ചെയ്ത് അലന്റെ മനസ്സിൽ തോന്നിയ ഐഡിയ കോമൺ പബ്ലിക്കിന് എങ്ങനെ ഇത് ഉപകാരപ്പെടുത്താക്കി മാറ്റാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന എഞ്ചിനീയറിംഗ് സമൂഹം വന്നാലേ
നമ്മൾ ഇംപ്രൂവ്ഡ് ആവുള്ളൂ. അപ്പൊ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു Thank ഫോർ you, sir. Thank you so much. ആൻഡ് വി വിൽ വർക്ക് ടുഗദർ ടു കം ഔട്ട് വിത്ത് ഇന്നോവേറ്റീവ് സൊല്യൂഷൻ. പലതിലും നമുക്ക് സംസാരിക്കാൻ Sure, പേടിയായി. sir. പുറത്ത് സംസാരിച്ചാലേ നമ്മള് ഈ കേൾക്കുന്ന പലരും ആലോചിക്കും ഇത് എല്ലാവർക്കും കൂടെ നമുക്കൊരു സൊല്യൂഷനിലേക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും, പ്രാക്ടിക്കാലിറ്റി കൊണ്ടുവരാൻ പറ്റും. താങ്ക് യു അലൻ, താങ്ക് യു വെരി മച്ച്. Thank you so much. താങ്ക് യു. സ്മിത. Sure, sir. Thank you so much. താങ്ക് യു അലൻ. സ്മിത സുരേഷ് ഉണ്ടോ? സുധീഷ് കണ്ണൻ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സുധീഷ്. സാർ ഞാൻ പ്രോപ്പർ കാലിക്കറ്റ് ആണ് വർക്ക് ചെയ്യുന്നത്, ക്രസന്റ് ബിൽഡേഴ്സ്. ഇപ്പൊ 4 വർഷമായിട്ട് ക്രസന്റ് ബിൽഡേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ മുന്നേ കാലിക്കറ്റ് ആണ് ബേസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മുന്നേ ഹൈലൈറ്റ് ബിൽഡേഴ്സിലായിരുന്നു. മനസ്സിലായി. ഇപ്പൊ ടോട്ടൽ 7 years ആയിട്ട് ഈ ഒരു പ്രൊഫഷൻ തന്നെയാണ്. സാർ എനിക്കൊരു ഡൗട്ട് ഉള്ളത്, നമ്മളിപ്പോ കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന എംസാൻഡ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 15 വർഷമായിട്ട് ആവും തോന്നുന്നു നമ്മളിപ്പോ അങ്ങനെ ഉപയോഗിച്ച് വരുന്നത്. അപ്പൊ ഇത് റോക്ക് ക്രഷ് ചെയ്യുന്ന സമയത്ത് ഇതിൽ വല്ല കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ അവരോട് ചോദിച്ചാൽ അവരെന്തായാലും പറയില്ലല്ലോ ഞങ്ങൾ ഇത് ആഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പൊ അത് നമ്മളെ സ്ട്രക്ചറിന് എത്രത്തോളം എഫക്റ്റ് ആവും എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. മനസ്സിലായി സുധീഷ്. ഇതിന്റെ അകത്ത് ഡെഫിനറ്റ്ലി നമുക്ക് എം സാൻഡിന് നമുക്ക് റിവർ സാൻഡ് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ മാനുഫാക്ചർഡ് സാൻഡ് കറക്റ്റ് പ്രൊസീജിയർ ചെയ്യുന്നിടത്ത് അവർ ചെയ്യാറില്ല. അവർക്ക് ഒരു സിസ്റ്റം ബ്രേക്ക് ചെയ്ത് തന്നെ അതിന്റെ ഒരു പർട്ടിക്കുലർ വരുന്ന ഈ നമ്മുടെ റിവറിലുള്ള ഫോർമേഷൻ വരുന്ന വിധത്തിൽ തന്നെയാണ് അവർ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. അപ്പൊ വെർട്ടിക്കൽ ഇംപ്ലാന്റ് ഉണ്ട്, അത് ഫ്ലോ ചെയ്ത് വന്നിട്ട് അതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് എടുക്കുന്നത്. അതിൻ്റെ അകത്ത് കെമിക്കൽസ് ആഡ് ചെയ്ത് കണ്ടിട്ടില്ല. ഞാൻ പല എംസാൻഡ് ഫാക്ടറികളിൽ പോയി കണ്ടിട്ടുണ്ട്. ഇതേപോലെ ആദ്യമേ ഞങ്ങൾക്കും ഈ ക്വാളിറ്റീനെ പറ്റി സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ റിവർ മൈനിങ് പ്രൊട്ടക്റ്റഡ് ആണ്. നമുക്ക് എൻവയോൺമെന്റൽ ഭയങ്കര ഇമ്പാക്ട് ആയതുകൊണ്ട് നമുക്ക് റിവർ സാൻഡ് കിട്ടാനില്ല. അതുകൊണ്ട് എംസാൻഡ് മാത്രമേ ഉള്ളൂ. അത് പ്രോപ്പർ ആയിട്ട് പലരും ഇപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ പൊടി എടുത്ത് അഗ്രിഗേറ്റ്സ് ഇട്ടിട്ട് കെമിക്കൽ ആഡ് ചെയ്തിട്ടാണ് സൈസ് ഒപ്പിക്കുന്നത്. അങ്ങനെ വരുന്ന പ്രൊഡക്റ്റ് കൊള്ളൂല. പക്ഷെ പ്രോപ്പറായിട്ട് പ്രോപ്പർ അതായത് വി ഫ്ലോ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്, വെർട്ടിക്കൽ ഫ്ലോ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് കോസ്റ്റ്ലിയസ്റ്റ് എക്യുപ്മെന്റ്. അത് പ്രൈമർലി റിവറിൽ ഉണ്ടാകുന്ന ഒരു വെതറിങ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. അങ്ങനെയാണ് അവർ ഡിഫറെന്റ് സൈസിൽ ഇത് ഉണ്ടാക്കുന്നത്, എംസാൻഡ് മാനുഫാക്ചർ ഉണ്ട്. അങ്ങനെയുള്ള ഫാക്ടറികൾസ് വർക്ക് ചെയ്യുന്ന രീതി കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് പേടിക്കാനില്ല. ചിലരെന്ത് വെച്ചാൽ ഈ നമ്മുടെ പൊടി ഉണ്ടല്ലോ, പാറപ്പൊടി ഏതാണ്ട് കെമിക്കൽ മിക്സ് ചെയ്ത് ഇത് സൈസ് കൂട്ടി എടുത്ത് ചെയ്യുന്ന സാധനം വന്നു കഴിഞ്ഞാൽ സുധീഷ് പറഞ്ഞ പോലെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സൈഡ് എഫക്ട്സും കാര്യങ്ങളും ലീച്ചിങ്ങും പ്രോബ്ലം വരും. അപ്പൊ നമ്മൾ ആസ് എ ഗുഡ് എഞ്ചിനീയർ നമ്മൾ സോഴ്സ് വെരിഫൈ ചെയ്ത് പ്രൊഡക്റ്റ് കറക്റ്റ് ആണോ എന്ന് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ കൺസ്ട്രക്ഷനെ ഉപയോഗിക്കാനായിട്ട്. ഡെഫിനറ്റ്ലി സുധീഷ് ഇത് പോയിന്റ് നമ്മൾ ഡിസ്കഷനിൽ കവർ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞോളാം. താങ്ക് യു സുധീഷ്. ഇനി അടുത്തത് റോയി ജോസ്. റോയി കേൾക്കാമോ? റോയി കേൾക്കാമോ? അഭിലാഷ്, നിങ്ങൾ അടുത്ത ആൾക്കാർക്ക് മെസ്സേജ് ഇട്ടേക്കോ. ഓപ്പൺ അഭിലാഷ് അൺമ്യൂട്ട് ചെയ്ത്. അഭിലാഷ് സംസാരിച്ചോളൂ. ഹലോ സാറേ. പറഞ്ഞോളൂ അഭിലാഷ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ വർമ്മ ഹോംസിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. 3 വർഷമായിട്ട് ഇപ്പൊ അവിടെ ഉണ്ട്. ഓക്കെ. ഞാൻ സൈറ്റ് ഇൻചാർജ് ആയിട്ട് വർക്ക് ചെയ്യണേ. 15 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്, എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ചൊന്നും ഇപ്പൊ ഡൗട്ട് ഒന്നുമില്ല. എന്നാലും ഡൗട്ട് വരുന്ന കാര്യം നമ്മുടെ എഞ്ചിനീയറിംഗിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും അറിയില്ല. അതിൻ്റെ അകത്ത് സോ മച്ച് ഓഫ് അൺസർട്ടനിറ്റി ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ എന്റെ പ്രായത്തിലുള്ള കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരൊക്കെ അവരുടെ ഇതൊക്കെ നിർത്തി വേറെ പരിപാടി ചെയ്യാൻ പോയി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ 6 മാസം ഔട്ട്ഡേറ്റഡ് ആവും. ഇറ്റ് ഈസ് ഫുള്ളി മെഷീൻ ഡ്രിവൺ ആണ്. ഒരു കോമട്ടിലെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യില്ല. അതിൻ്റെ അകത്ത് ഡിഫൈൻഡ് എഞ്ചിനീയറിംഗ് ആ. അതേസമയം നമ്മുടെ എഞ്ചിനീയറിംഗിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര അൺസർട്ടനിറ്റിയാ. അതിൻ്റെ അകത്ത് അത്രയും അൺസർട്ടനിറ്റി ഉണ്ട്. അത് മര്യാദയ്ക്ക് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ വലിയൊരു പ്രോസസ്സാണ്. നമ്മൾ മനസ്സിലായത് കരുതി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു സർപ്രൈസ് വരും. അതുകൊണ്ടാണ് ഇത് ഞാൻ എപ്പോഴും പറയും, സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ വൈൻ പോലെയാ, വർഷങ്ങൾ കൊണ്ട് മെച്ചുറായി വരും.
അപ്പൊ അത് അഭിലാഷിന്റെ ഡൗട്ട് വരും. 10-11 കൊല്ലത്തെ ഡൗട്ട് ഉണ്ട്. അത് പയ്യെ ഡൗട്ട് ഉണ്ടാവും. അത് ഇപ്പൊ നിലവിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ആണെങ്കിലും കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. കുറച്ച് ടെക്നിക്കൽ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ തന്നെ അറിയാൻ പറ്റി. ടേസ്റ്റി കോൺക്രീറ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചു. അതെ, അല്ല നമുക്ക് തീർച്ചയായിട്ടും വരും. അത് നമ്മുടെ സൈറ്റിലെ പ്രശ്നങ്ങൾ ഇത് ചെയ്യണം. നമ്മൾ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. വർമ്മ ഹോംസിന്റെ സൈറ്റിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ചെയ്ത് ഒരു നല്ല റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് വരും. അതാണ് നമ്മുടെ ഈ കോഴ്സിന്റെ ലക്ഷ്യം. അഭിലാഷ് ഷുഡ് ബിക്കം എ ഗുഡ് എഞ്ചിനീയർ. അപ്പൊ അഭിലാഷിന്റെ നേട്ടമാണ് ഈ കോഴ്സിന് എൻറോൾ ചെയ്ത വർമ്മ ഹോംസിന്റെ നേട്ടം. അതുകൊണ്ട് വരണം. അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. മനസ്സിലായോ? ഒരു ഡൗട്ട് സാറേ. പറഞ്ഞോളൂ. ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇപ്പൊ എത്രയാണ് കൊടുക്കുന്നത് സാറേ? ഫാക്ടർ ഓഫ് സേഫ്റ്റി പല കേസിലും പലതാണ്. അതായത് നമുക്ക് ശരിക്കും നമ്മൾ പണ്ട് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറഞ്ഞ സിസ്റ്റമാണ്. അതായത് സ്ട്രെസ്സിന്റെ അകത്ത് ഇത്ര സ്ട്രെങ്ത് സ്റ്റീലിനുണ്ടെങ്കിൽ ഇത്ര സ്ട്രെസ് എടുക്കുള്ളൂ. അതായത് M20 ഗേജ് കോൺക്രീറ്റ് ആണെങ്കിൽ 5 ന്യൂട്ടൺ എടുക്കുള്ളൂ. അതാണ് വർക്കിംഗ് സ്ട്രെസ് സിസ്റ്റം. ഇപ്പൊ ലിമിറ്റ് സ്റ്റേറ്റ് ആണ്. ലിമിറ്റ് സ്റ്റേറ്റിൽ നമുക്ക് 50% ഫാക്ടർ ഓഫ് സേഫ്റ്റി ലോഡിങ്ങിലുണ്ട്. പിന്നെ മെറ്റീരിയൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നും പറഞ്ഞ് സ്റ്റീലിലും ഉണ്ട് ഫാക്ടർ ഓഫ് സേഫ്റ്റി, കോൺക്രീറ്റിലും ഉണ്ട് ഫാക്ടർ ഓഫ് സേഫ്റ്റി. അതാണ് പ്രൈമറിൽ വരുന്നത്. ലോഡിന് 50% ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. അതായത് നമുക്ക് 100 കിലോ വരുന്നിടത്ത് നമ്മൾ 150 കിലോ വന്നാലും ഫെയിൽ ചെയ്യരുതെന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? സജി സാർ എന്തെങ്കിലും വാല്യൂ ആഡ് ചെയ്യുന്നുണ്ടോ സാർ? അൺമ്യൂട്ട് ചെയ്യണം സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സജി സാർ, പറഞ്ഞോളൂ. ഓക്കെ. ഞാൻ ജസ്റ്റ് അനിൽ പറഞ്ഞതെല്ലാം കേട്ടോണ്ടിരിക്കുവായിരുന്നു. പക്ഷെ ആക്ച്വലി ലെറ്റ് മീ കൺഗ്രാജുലേറ്റ് എവറിബഡി ഫോർ ദ ക്വാളിറ്റി അപ്ഗ്രഡേഷൻ. ആക്ച്വലി നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ട് ശരിക്കും നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാം കോളേജിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് കണ്ടിട്ടുള്ള മെത്തഡോളജി മാറി, ഇൻഡസ്ട്രി പ്രാക്ടീസസ് മാറി. അന്ന് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന മെഷീനറീസ് കണ്ടുമാനം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അന്ന് നമ്മൾ കാണാത്ത പോലെ പ്രീകാസ്റ്റ് കൺസ്ട്രക്ഷൻ ഒത്തിരി വരുന്നുണ്ട്, മോഡുലർ കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്. ഹൈറൈസ് നമ്മളന്ന് കണ്ടതിനേക്കാൾ ഒത്തിരി വലിയ വലിയ ബിൽഡിങ്സ് ഇപ്പൊ ലോകത്ത് മൊത്തം വരുന്ന കാണുന്നുണ്ട്. പിന്നെ കൂടാതെ ഇപ്പൊ നമ്മള് അപ്പാർട്ട് ഫ്രം കൺസ്ട്രക്ഷൻ നൗ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ഫോർ സേഫ്റ്റി ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. ഇതിലെല്ലാം കൂടെ നമുക്ക് നമ്മുടെ ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ആണെങ്കിൽ ഒത്തിരി ഒരു അഭിപ്രായമുണ്ട്. തീർച്ചയായിട്ടും കോഴ്സിന്റെ പർപ്പസ് നമ്മളുടെ, ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള ഞാനും പഠിച്ചിറങ്ങി ഒരുപാട് നാളെ എനിക്ക് ചോദിക്കാൻ വലിയ പേടിയായിരുന്നു. പിന്നെ ഈ സംശയം വെച്ച് കൊണ്ടുനടന്ന് ലാസ്റ്റ് നിവൃത്തിയില്ലാതായപ്പോഴാണ് ഇത് ചോദിക്കാനും പഠിക്കാനും നോക്കിയത്. പിന്നെ ഞാൻ മനസ്സിലാക്കി ഒരാളോട് ചോദിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യം നമ്മളെന്തിന് ഇത്ര കഷ്ടപ്പെട്ട് മനസ്സിൽ കൊണ്ടുനടന്ന് വിഷമിക്കുന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് ഡിസ്കഷനും കാര്യങ്ങളും നമുക്ക് ഇന്നോവേറ്റബിൾ ആണ്. അത് നമ്മുടെ കമ്മ്യൂണിറ്റി റിയലൈസ് ചെയ്യാൻ നമ്മൾ മുമ്പോട്ട് പോവുകയും ചെയ്യണം. താങ്ക് യു വെരി മച്ച് സജി സാർ ഫോർ ജോയിനിങ് ദിസ് തിങ്. ചെറിയാവർക്കി കൺസ്ട്രക്ഷന്റെ ഓണർ ഡയറക്ടറാണ് സജി സാറ്. അപ്പൊ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. പ്രഭു ബസ്രൻ. താങ്ക് യു. കാര്യം നമുക്ക് 12:30 വരെയാണ്. എനിക്ക് കൂടുതൽ സമയം ഇരുന്നാ കൊള്ളാവുന്നുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവരും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുക, ഇത് ചെയ്യുക. കാര്യം നമുക്ക് ഒരു ടീം ബിൽഡപ്പ് ചെയ്തില്ലെങ്കിൽ ഈ സംശയങ്ങൾ വരില്ല, കാര്യങ്ങൾ വരില്ല. എന്നാലേ അത് വരുള്ളൂ. പ്രഭു പറഞ്ഞോളൂ. ഞാൻ ഗ്രീൻ ഫ്ലോറിൽ ഇപ്പൊ ഒരു 6 വർഷമായിട്ട് സൈറ്റ് ടെക്നിക്കൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യാം. എനിക്കുള്ള ഒരു നമ്മള് ചെയ്ത് കഴിഞ്ഞ് നമ്മള് വാട്ടർ പ്രൂഫ് ചെയ്ത് പ്ലാസ്റ്ററിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂം ലൈൻസ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകും. അപ്പൊ നമ്മള് ഇങ്ങനെ ചെയ്തിട്ടും നമ്മൾ ഈ ഡോർ ഓപ്പണിങ്സിന്റെ ഭാഗങ്ങളില് ഒരു ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാന്നുള്ളതെന്ന് പറഞ്ഞേക്കൊള്ളായിരുന്നു. ഡോർ ഓപ്പണിങ്സിന്റെ അവിടെ എന്താ വരുന്നത് പ്രഭു? നനവുകളൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അത് നനവുകൾ മനസ്സിലായി. അതൊക്കെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം അതിൻ്റെ അകത്ത് നമുക്ക് അതിന്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ചിട്ട് എന്തുകൊണ്ടാണ് അത് വരുന്നതെന്ന് കണ്ടുപിടിക്കണം. കാര്യം പലപ്പോഴും നമ്മുടെ പ്ലംബിംഗ് ലൈൻസിന്റെ ലീക്കേജ്, അല്ലെങ്കിൽ ടെറസിൽ നിന്നുള്ള ലീക്കേജ്, അതാണ് നമുക്ക് ഇതിന് റീസൺ ആയിട്ട് വരുന്നത്. അതിന്റെ കോഴ്സ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് റെമഡിയൽ മെഷേഴ്സ് പ്ലാൻ ചെയ്യണം. നമ്മുടെ പ്ലംബിംഗ് സിസ്റ്റം വരുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം, അതിന്റെ പൈപ്പിന്റെ ക്വാളിറ്റി എങ്ങനെ വേണം, ബ്രേക്കേജ് വരാതിരിക്കാൻ എന്നുള്ളത് നോക്കാം. പിന്നെ മുകളിൽ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ സിസ്റ്റത്തിൽ കൂടെ നമുക്ക് ലീക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റാമെന്ന് നോക്കാം എന്നുള്ളത് നമ്മുടെ സെഷൻസിൽ നമ്മൾ കവർ ചെയ്യാം. പ്രഭു
ക്ലിയർ ആയോ പ്രഭു? ഹലോ, വോയിസ് ഒന്ന് ബ്രേക്ക് ആവുന്നുണ്ട്, മൈക്കിനോട് ചേർന്ന് പറയുമോ? ഹലോ, അതായത് ഹലോ കേക്കാവോ? ഇപ്പൊ കേക്കാം പ്രഭു. നമ്മളുടെ വാളും ബീമുമായിട്ട് വരുന്ന ഭാഗങ്ങളിലെ ക്രാക്കുകൾ എങ്ങനെ ഒഴിവാക്കാന്നുള്ളത്, അവിടെ നമ്മൾ മെഷീൻ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. റേഷ്യോ ഒക്കെ കറക്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ്. മറ്റേ ബീമും ബ്ലോക്ക് വർക്കുമായിട്ട് ചേരുന്ന ഭാഗത്ത് മനസ്സിലായി, എനിക്ക് ഡെഫിനറ്റ്ലി മനസ്സിലായി. അതിന് സെപ്പറേഷൻ ക്രാക്സ് എന്നാണ് പറയുന്നത്. രണ്ട് മെറ്റീരിയലിന്റെ നേരത്തെ പോയിന്റ് ഔട്ട് ചെയ്തിരുന്നു. റൂഫിൽ വരുമ്പോഴും ഈ ക്രാക്ക് വരുന്ന കാര്യം, ടോപ്പ് ഫ്ലോറിൽ അതും ഇതായിട്ട് കണക്റ്റഡ് ആണ്. സെപ്പറേഷൻ ക്രാക്ക് വരുന്നത്. അതിന് സ്പെഷ്യൽ മെറ്റീരിയൽ ഉണ്ട്, അത് ഡെഫിനറ്റ്ലി നമ്മൾ കവർ ചെയ്യും. എന്തൊക്കെയാണ് മേഷണറിയുടെ സെക്ഷൻ വരുമ്പോൾ അതിന് എന്തൊക്കെയാണ് പ്രിക്കോഷണറി മെഷേഴ്സ് ചെയ്യേണ്ടത്, അത് പ്രിവെന്റ് ചെയ്യാന്നുള്ളതിനെ പറ്റി നമ്മൾ തീർച്ചയായിട്ടും കവർ ചെയ്യുന്നതായിരിക്കും. ജനറലി നമ്മൾ ചെയ്യുന്നത് മെഷ് കൊടുക്കുകയും ഗ്രൂവ് ഇട്ടിട്ട് ഗ്യാപ്പ് കൊടുക്കുകയും ചെയ്യുന്നതാണ്, സോ ദാറ്റ് ആ കോൺടാക്ട് എസ്റ്റാബ്ലിഷ് ആകാതിരിക്കുക. പിന്നെ നമ്മൾ ഡീഷട്ടർ ചെയ്ത് ഒരു ബെൻഡ് ചെയ്യാൻ ലോഡ് ചെയ്യാൻ ടൈം കൊടുത്തിട്ട് വേണം മാഷനറി കെട്ടി ലാസ്റ്റ് ടൈറ്റ് ചെയ്യാനായിട്ട്. അങ്ങനത്തെ 2-3 ചെറിയ കാര്യങ്ങളുണ്ട്. ആ ടിപ്സ് നമ്മൾ സെഷന്റെ കൂടെ കവർ ചെയ്യുന്നതായിരിക്കും പ്രഭു. ഞാൻ നോട്ട് ചെയ്തോളാം. താങ്ക് യു. അടുത്തത് ആരതി. ഹായ് ഹാൻഡ്, എന്റെ പേര് ആരതി വർമ്മ. ഞാൻ ആക്ച്വലി ഒരു ഫൈനൽ ഇയർ ആർക്കിടെക്ചർ സ്റ്റുഡന്റ് ആണ്. ഇപ്പൊ എന്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ് പീരീഡ് ആണ് ഇനി വരുന്നത്. അപ്പോ ബിക്കോസ് ഈ കോവിഡിന്റെ സമയം കാരണം അതിന്റെ ഡേറ്റ്സ് ഒന്നും ഭയങ്കര അൺസർട്ടൺ ആയിട്ട് ഇരിക്കുകയാണ്. സോ വെറുതെ ഇരുന്നു. ഇപ്പോ ഞാൻ അച്ഛന്റെ കൂടെ പതുക്കെ ഇതിലേക്ക് വന്ന് തുടങ്ങിയതേ ഉള്ളൂ. സോ ഐ എം എൻറ്റയർലി ന്യൂ ടു ഈ ഒരു ഇതിലേക്ക്. അപ്പൊ എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഇൻഫർമേഷനും ആക്ച്വലി വളരെ ന്യൂ ആൻഡ് എന്താ പറയാ. സോ ബേസിക്കലി എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈറ്റിൽ വന്നു തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് ആർക്കിടെക്ചറിൽ ബേസിക്കലി ഡിസൈനില് എത്രത്തോളം എക്സ്പെരിമെന്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ഡിഫറെന്റ് ഇതിനെ മാക്സിമം ചെയ്യാന്നുള്ളതായിരുന്നു കോളേജിൽ പഠിച്ചത്. പക്ഷെ സൈറ്റിലും അതിന്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് കണ്ടു തുടങ്ങുമ്പോൾ പലതും നമ്മൾ വരയ്ക്കുന്നത് പോസിബിളി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്നും ഇവിടത്തെ ടെക്നിക്കൽ ഇത് വെച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോ അങ്ങനത്തെ കുറെ റിയലൈസേഷൻസ് എനിക്ക് സൈറ്റിൽ വന്നു തുടങ്ങിയപ്പോ. താങ്ക് യു ആരതി. ഡെഫിനറ്റ്ലി ആരതി, നമ്മളിതൊരു കോഴ്സ് ലേണിംഗ് പ്രോഗ്രാം ആണ്. നിങ്ങളുടെ പോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആർക്കിടെക്ട്സിന്റെ ഐഡിയകൾ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് സൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് എക്കണോമിക്കലും പ്രാക്ടിക്കലും ആക്കാന്നുള്ളതാണ് ഞങ്ങളുടെ പോലുള്ള എഞ്ചിനീയറിംഗ് കൺസെപ്റ്റും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ ബാലൻസ് ചെയ്ത് റെഡിയാക്കി എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. ഇതിനകത്ത് എനിക്ക് എന്റെ ഓർമ്മ പോകുന്നത്, ഞാനും ആരതിയുടെ ഫാദറും ഒരുമിച്ച് വർക്ക് തുടങ്ങിയതാണ്. കിങ്സ് എന്ന് പറഞ്ഞ 1995 ഞങ്ങൾ ഒരു പ്രൊജക്ടില് ഹി വാസ് ദ സൈറ്റ് എഞ്ചിനീയർ, വെരി ഡൈനാമിക് സൈറ്റ് എഞ്ചിനീയർ എന്ന് തുടങ്ങിയതാണ്. അപ്പൊ ഇറ്റ്സ് എ ലോങ് ജേർണി ടുഗദർ ഡെഫിനറ്റ്ലി. ആൻഡ് ദെൻ വർമ്മ ഹോംസ് ഈസ് വൺ ഓഫ് ദ ലീഡിംഗ് നെയിംസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി നൗ. You have a this thing to take carry on. Definitely we will be there to support. ഈ ഫോറത്തിൽ ഡൗട്ട് എല്ലാവരും ഈ ഡൗട്ട് ഒക്കെ ആയിട്ടാ വരുന്നത് ആരതി. ആരും മുഴുവൻ പഠിച്ചിട്ടല്ല വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആർക്കിടെക്ചറിലാണെങ്കിലും നിങ്ങൾക്ക് കുറേയും കൂടെ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്ഡ് ആണ്, പ്രസന്റേഷൻ സ്കിൽ ഡെവലപ്ഡ് ആണ്. പക്ഷെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ ചെന്ന് കഴിയുമ്പോഴാണ് ലൈക്ക് the best beginning of the knowledge is to realize that you don't know. അപ്പൊ അതാണ് the first step of knowledge സ്റ്റാർട്ട് ചെയ്യുന്നത്. And second is the courage to admit that you don't know. Third is that you should have the curiosity to ask what is the solution and then interpret it. ഇത് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ അല്ലേന്ന് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്ത് ചെയ്യണം. Then follow the leader, because നിങ്ങൾക്ക് വേറെ ചിന്തിച്ച് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ that is what we look for this young dynamic boys and girls sitting in this forum to come up with the idea, so that നമുക്ക് അടുത്ത generation engineers will come up with a more better, safer and durable structures വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. So all the best Arathi for joining this. താങ്ക് യു സോ മച്ച് അങ്കിൾ. എന്റെ കൂടെ കോഴ്സിൽ ഉള്ളതാണ്, പക്ഷെ നെറ്റ്വർക്ക് ഇഷ്യൂസ് കാരണം. ഡെഫിനറ്റ്ലി പറഞ്ഞോളൂ, ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ഗുഡ് മോർണിംഗ് സർ, ഞാൻ സന്തോഷ്, സീനിയർ പ്രോജക്ട് മാനേജറാണ്. ഓക്കെ. ഞാൻ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഒരു 25-28 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യത്തെ എന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് ബ്രിഡ്ജസിലായിരുന്നു. അതിപ്പോ ചെറിയ സാറിന്റെ കൂടെ ആയിരുന്നു. അതെ. അത്
സാറിനൊക്കെ അറിയാൻ പറ്റുമായിരിക്കും, പഴയ മുഖം ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഞാൻ 91-92 അവിടെ ഉണ്ട്. അപ്പോൾ അത് ബ്രിഡ്ജസ് ആയിരുന്നു. അന്ന് കൊങ്കണ്ടലിയുടെ വർക്കുകൾ നടക്കുന്ന ആ ഒരു ബ്രിഡ്ജസ് പ്രോജക്റ്റിലാണ്. അവിടെ നിന്നാണ് ഞാൻ പതുക്കെ ബിൽഡിംഗ് സൈറ്റുകളിലൊക്കെ വന്നത്. അത് SIയിലുണ്ടായിരുന്നു ഇൻവെസ്റ്റ്മെന്റ്. അവിടെ നിന്ന് ഇപ്പൊ വർമാസിന്റെ കൂടെ ഉണ്ട്. ഒരു 3 years ആയി. അപ്പൊ എനിക്കൊരു സംശയമുള്ള സാറേ, നമ്മുടെ സ്ലാബ് കാസ്റ്റിംഗിന്റെ ടൈമിന് നമ്മൾ ഫസ്റ്റ് ക്ലോസ് ഒക്കെ ഫ്ലോറിലൊക്കെ വരുന്നത് M30-M35 മിക്സ് ആണ് വരുന്നത്. ആ സമയത്ത് കോളത്തിന്റെ ജംഗ്ഷൻ വരാൻ നേരത്ത് പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങളുണ്ട്. കാരണം ഒരു ഓർഡർ ചെയ്യുന്നത് ചിലപ്പോൾ RMC ഓർഡർ ചെയ്യുന്നത് M25 ആയിരിക്കാം. 35 ആ ജോയിന്റിൽ വരുമ്പോൾ അവിടെ കൺഫ്യൂഷൻ ഉണ്ട്. ഒന്നുകിൽ നമ്മൾ മാനുവൽ മിക്സ് ചെയ്യണം, അതല്ലെങ്കിൽ ഇതിന്റെ അഡീഷണൽ സിമെന്റ് ആഡ് ചെയ്തിട്ടുള്ള ഗ്രൗണ്ട് ആഡ് ചെയ്ത് ആ ഇതിലേ പറ്റുള്ളൂ. അപ്പൊ അത് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ള ഒരു ഡൗട്ട്. അതുപോലെ തന്നെ രണ്ടാമതുള്ളത് നമ്മുടെ DMC ഫയലിംഗിൽ നമുക്ക് എക്സെൻട്രിസിറ്റി, അതായത് എന്തെങ്കിലും ഫയൽ ഔട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് ചെക്ക് ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് ചെറിയ ഒരു എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് അത് എത്രയാണ് അലവബിൾ, അതിന് വല്ല തമ്പ്രൂളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ നമ്മൾ ഇമ്മീഡിയറ്റ് റിപ്പോർട്ട് ചെയ്യാറുണ്ടെങ്കിലും സാധാരണ സാർ പറയാനുള്ള പോലെ D/10 എന്നുള്ള വല്ലതും ഉണ്ടോ, ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അതിനൊന്ന് തീർച്ചയായിട്ടും സന്തോഷം. ഒരുപാട് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ് സന്തോഷിന്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞ 2 പോയിന്റ്, ഒന്ന് രണ്ടാമത് പറഞ്ഞ പോയിന്റ് എനിക്ക് പെട്ടെന്ന് റിക്കളക്ട് ചെയ്യാൻ പറ്റി. ഒന്ന് പൈലിന്റെ എക്സെൻട്രിസിറ്റി ആണ്. കോഡ് പെർമിറ്റ് ചെയ്യുന്നത് 75 mm വരെ എക്സെൻട്രിസിറ്റി ഉണ്ടെങ്കിലും അത് ടേക്ക് കെയർ ചെയ്യാവുന്ന വിധത്തിലാണ് നമ്മൾ പൈൽ ക്യാപ്പ് ഡിസൈൻ ചെയ്യുന്നത്. എന്നിരുന്നാലും ഞങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് സ്ട്രോങ്ങർ ആക്സിസും വീക്കർ ആക്സിസും ഉണ്ട്. അതായത് നമ്മുടെ കോള ഏത് വശത്തിലേക്ക് വരുന്നോ അതിന്റെ വശത്ത് തന്നെയാണ് പൈലെങ്കിൽ നമുക്ക് ലോഡ് പിടിക്കാൻ അത് സ്ട്രോങ്ങർ ആക്സിസിലാണ് നിൽക്കുന്നത്. അതേസമയം കോളത്തിന്റെ വീക്കർ വശത്താണ് അത് നിൽക്കുന്നതെങ്കിൽ അതിന് എക്സെൻട്രിസിറ്റി. അപ്പൊ നമ്മൾ 50 mm കൂടുതലാണെങ്കിൽ നമ്മൾ ഡിസൈൻ ചെക്ക് ചെയ്ത് നോക്കും പൈൽ ക്യാപ്പ് സേഫ് ആണോ എന്ന്. എന്നിട്ടാണ് നമ്മൾ പെർമിറ്റ് ചെയ്യുന്നത്. 50 mm താഴെയാണെങ്കിൽ വി ലെറ്റ് ഇറ്റ് ഗോ. കാര്യം ആ എക്സെൻട്രിസിറ്റി നമ്മുടെ പൈൽ ക്യാപ്പ് ഡിസൈൻ്റെ അകത്ത് തന്നെ എടുക്കാൻ പറ്റും. പിന്നെ ഡെഫിനറ്റ്ലി അതാണ് നമ്മുടെ എഞ്ചിനീയറിംഗിന്റെ ബ്യൂട്ടി. സൈറ്റിൽ പണിത് വരുമ്പോൾ ഡ്രോയിങ്ങിലുള്ള പോലെ ആവൂല. അതിനകത്ത് കറക്ഷൻ ഉണ്ടാവും, അതിന് റിക്വയർമെന്റ് വേണം, അതനുസരിച്ച് മോഡിഫിക്കേഷൻ വരണം. ദാറ്റ് മേക്സ് അസ് ഡൈനാമിക്. ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് ഇനിയിപ്പോ നമുക്ക് മറ്റെന്താണ് നമ്മുടെ റിമോട്ടൊക്കെ വരും, റോബോട്ടിക്സ് വരും, റോബോട്ട്സ് ഒക്കെ വന്ന് പൈലടിക്കാൻ തുടങ്ങിയാൽ നമുക്ക് കറക്റ്റ് പോയിന്റിൽ പൈല് കിട്ടും. അത് എനിക്ക് വന്ന് ചെറിയാൻ മാത്യുവിനൊക്കെ ഒരു 50 വയസ്സ് 60 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് അത് വരുമായിരിക്കും. പക്ഷെ അതുവരെ നമുക്ക് ഇതിൽ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ പോകേണ്ട വരും. ഈ എറർ വരും, അതനുസരിച്ച് റീഡിസൈൻ വരും. അത് നമ്മൾ കറക്റ്റ് ചെയ്ത് പോകുന്ന പോയിന്റ് ആണ് ആവശ്യം വരുന്നത്. പിന്നെ രണ്ടാമത്തെ കേസ് സ്ലാബിന്റെ ഒന്നുകൂടെ ഇത് ചെയ്യുമോ? ആദ്യത്തെ ചോദ്യം എനിക്ക് മനസ്സിലായി. ഇതൊരു വലിയ ചലഞ്ചാണ്. എനിക്ക് പോയിന്റ് കിട്ടി, ഞാൻ പെട്ടെന്ന് മറന്നുപോയതാണ്. ബേസിക്കലി കോളത്തിൽ ഒരു മിക്സും ബീമിലും സ്ലാബിലും വേറെ മിക്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ജോയിന്റ് ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ കോഡ് പ്രൊവിഷൻ പ്രകാരം അത് ഹയർ മിക്സ് വേണം. കോളത്തിന്റെ മിക്സിന് ലീക്കേജ് വരാതിരിക്കാൻ ഹയർ മിക്സ് ചെയ്യണം. അപ്പൊ അത് ചെയ്യാൻ പ്രാക്ടിക്കലി സൈറ്റിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കിയ കഴിഞ്ഞ 25 വർഷത്തിലുള്ളത് നമ്മൾ പല വിദ്യകൾ ചെയ്തു. അതിൽ ചിലതാണ് സന്തോഷം ഇവിടെ പറഞ്ഞത്. നമ്മൾ ആദ്യം അതിന് മാത്രം RMC ഓർഡർ ചെയ്യും, ഒരു പോർഷൻ ചെയ്യും, എന്നിട്ട് അവിടെ സ്റ്റോപ്പർ വെക്കും, എന്നിട്ട് കണക്ട് ചെയ്യും. ഇനി അത് പ്രാക്ടിക്കലി വരാതെ വരുമ്പോഴേക്കും മറ്റേ കോൺക്രീറ്റ് മുടങ്ങുമ്പോൾ അവിടെ ഒരു വീക്ക് ജോയിന്റ് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, റിച്ചർ മിക്സ് സൈറ്റിൽ തന്നെ കലക്കി ഗ്രൗട്ട് കൊടുത്തിട്ട് ജോയിന്റിലേക്ക് അഡീഷണൽ സിമെന്റ് ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കും. ഇത് ചെയ്തു. പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു സൊല്യൂഷൻ ഇതുവരെ ഇവോൾവ് ആയിട്ടില്ല. അപ്പൊ ഇപ്പൊ വലിയ പ്രൊജക്ടുകളിൽ ഇപ്പൊ സ്ലാബിന്റെയും ബീമിന്റെയും കോളത്തിന്റെയും ഒരു ഗ്രേഡിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാണ്. പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ പലപ്പോഴും പെർമിറ്റ് ചെയ്യുന്നത് ആ ഹയർ മിക്സ് ഇച്ചിരി ഗ്രൗട്ട് കൂട്ടിക്കൊടുത്തും സിമെന്റ് കൂട്ടിക്കൊടുത്തോണ്ടും കോളം ചെയ്തു. പക്ഷെ മോണോലിത്തിക് ആയിട്ട് കാസ്റ്റ് ചെയ്യാനാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വീക്ക് ജോയിന്റ് വന്നാൽ അത് കൂടുതൽ ഡേഞ്ചറസ് ആണ്. കാര്യം ഈ കോളമാണ് നമ്മുടെ ബിൽഡിംഗ് കിടന്ന് ആടി ഒലയുമ്പോൾ എർത്ത്ക്വേക്കിലോ ഇതിലോ ഒക്കെ ക്രിട്ടിക്കൽ ആയിട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്യേണ്ട എലമെന്റ്. അപ്പൊ അത് വീക്കാക്കാതിരിക്കാൻ നമ്മളത് പറയും ആ ജോയിന്റ് പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്ത് ഇച്ചിരി സ്ട്രെങ്ത് അവിടെ കുറഞ്ഞാലും കുഴപ്പമില്ലെന്ന്. ടെക്നിക്കലി ഡിസൈൻ ചെയ്യുമ്പോൾ M40 സന്തോഷ് പറഞ്ഞ പോലെ M40 കോളമെങ്കിൽ അവിടെ M40 വേണം. അതാണ് അതിന്റെ കറക്റ്റ് പ്രൊസീജിയർ. അപ്പൊ നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഫോറത്തിൽ ഡിസ്കഷൻ വരുമ്പോൾ ഇതിനൊരു ബെറ്റർ സൊല്യൂഷൻ നമുക്ക് വരുമെന്ന് നമുക്ക് തിരിഞ്ഞെടുക്കാം. കേട്ടോ സന്തോഷ്, താങ്ക് യു വെരി മച്ച്. ബേബി ഫ്രാൻസിസ്. ഹലോ, നമസ്കാരം സാറേ. ബേബി ഫ്രാൻസിസ് പറയൂ. സാറേ, ഞാനൊരു ITA സ്റ്റുഡന്റ് ആണ്. ഞാനിപ്പോ 2017 പാസ് ഔട്ട് ആയതാണ്. ഓക്കെ. ഞാനിപ്പോ ഏകദേശം ഒരു 3 വർഷത്തോളമായി സൈറ്റുകളിൽ വർക്ക് ചെയ്യണം. അപ്പൊ ഞാൻ എന്താ ഇത് ഉദ്ദേശിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
എനിക്ക് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കണം, അല്ലാണ്ട് ഇങ്ങനെ ഒരു കമ്പനിയുടെ കീഴിൽ വർക്ക് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ല. വെരി ഗുഡ്. ഇടപാടുകൾ ഈ പണ്ടാരം എനിക്ക് ഒരു പാർട്ടിക്കളെ ഹലോ, പറഞ്ഞോളൂ. സാർ, അപ്പൊ നമ്മളിപ്പോ സൈറ്റിൽ തന്നെ ഇപ്പൊ ഞാൻ സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ നമ്മുടെ നമ്മുടെ മെയിൻ സാറൊക്കെ വന്ന് നമ്മുടെ അടുത്ത്, ഇപ്പൊ സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ സൈറ്റിൽ എന്ത് കാര്യം വന്നാലും നമ്മുടെ അടുത്ത് ചോദിക്കുക. അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ അറിയണ കാര്യമാവും, ചിലപ്പോൾ അറിയാത്ത കാര്യമാവും. അപ്പൊ ചില സമയത്ത് നമുക്ക് ഒന്നും പറയാനില്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോ ഇപ്പൊ ഈ കോഴ്സിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എനിക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടി പഠിക്കുക, അറിയാൻ തന്നെ ഒന്നുകൂടി നന്നായി മനസ്സിലാക്കാനുള്ള രീതിയിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബേബി, വളരെ നല്ല കാര്യം. നമ്മുടെ നാട്ടില് എന്റർപ്രൈനർഷിപ്പ് വേണം. ജോലിക്ക് വേണ്ടി മാത്രം എല്ലാവരും പോകേണ്ട ആവശ്യമില്ല. ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ കറേജ് ടു സ്വന്തമായിട്ട് തുടങ്ങണം, സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം. എല്ലാത്തിന്റെയും ബിഗിനിങ് അവിടെയാണ്. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഇത് ചെയ്യുന്നു. ഡൗട്ട് എന്തുണ്ടോ നമ്മുടെ ഫോറത്തിൽ ചോദിക്കാം. ഞങ്ങൾക്ക് അറിയാവുന്ന നോളജ് ഇപ്പൊ ഞാൻ മാത്രമല്ല, ഈ ഫോറത്തിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് വാട്ട് എവർ വേ വി വിൽ ഹെൽപ്പ് യു. അതിനാണ് ഞങ്ങൾ ഈ ഫോറം തുടങ്ങിയിരിക്കുന്നത് തന്നെ. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്ഫുൾ ആവാൻ, നോളജ് ഉള്ളത് ഷെയർ ചെയ്യാന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. താങ്ക് യു ബേബി. അടുത്തത് ഇനി സംസാരിക്കാനുള്ള ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയുമോ? നമുക്ക് 12:30 വരെയാണ് സെഷൻ. ഡോൺ തോമസ്. ഹലോ സാർ. പറയൂ ഡോൺ. സാർ, ഞാനിവിടെ തൃശ്ശൂരുള്ള ഒലീവിയ പ്രൊജക്ട്സിലാണ് വർക്ക് ചെയ്യണത്. ലാസ്റ്റ് 3 years ആയിട്ട് ഇവിടെയാണ് വർക്ക് ചെയ്യണത്. ഇനീഷ്യലി ഞാൻ ക്വാണ്ടിറ്റി സർവർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇനി സൈറ്റ് വിസിറ്റും കാര്യങ്ങളൊക്കെ കൂടി വന്നപ്പോൾ ഒരു QA/QC തൊട്ട് എന്നെ പോസ്റ്റ് ചെയ്തേക്കാണ് ഒരു ലാസ്റ്റ് 1.5 year ആയിട്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങള് കോൺട്രാക്ടർ എന്ന നിലയ്ക്ക് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഇവാലുവേറ്റ് ചെയ്യണത് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് എല്ലാവരും ഇപ്പൊ ഇവാലുവേറ്റ് ചെയ്ത് പോണത്. ഇപ്പൊ റീസെന്റ് ഞങ്ങൾ ഇപ്പോൾ റിലയൻസിന് വേണ്ടി ഫിറ്റ് ഔട്ട് പ്രൊജക്ടുകൾ ഞങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പൊ എല്ലായിടത്തും ഒരു ക്വാളിറ്റി ആസ്പെക്ട് ആണ് ഇപ്പോൾ ഞാൻ എന്താ പറയാ, ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ക്വാളിറ്റി ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ ഇപ്പോൾ വിട്ടതിനിട്ടും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് ഞങ്ങൾ ക്വാളിറ്റിയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതേപോലെ മാർക്കറ്റിൽ ഇപ്പോൾ പുതിയതായിട്ട് എന്തൊക്കെ ടെക്നോളജീസും കാര്യങ്ങളാണ് ഇപ്പോൾ ഇൻവോൾവ് ആയിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബൈ സെക്ഷനിൽ അറ്റൻഡ് ചെയ്യണത്. ഓക്കെ ഡോൺ, താങ്ക് യു ഡോൺ. ഡെഫിനറ്റ്ലി നമ്മൾക്ക് അറിയാവുന്ന ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സിനെ പറ്റി 1-2 സെഷൻ വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്റ്റിന്റെ ചെയർമാൻ അടക്കം പലരും ഈ സെഷൻസിൽ ക്ലാസ് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഇന്ററാക്ട് വിത്ത് ദം, ആൻഡ് ഡെഫിനറ്റ്ലി ഐ ഹോപ്പ് ദാറ്റ് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസും, ബിക്കോസ് എനിക്കിത് വൺ സൈഡഡ് ആവണ്ട. ഞാൻ പറഞ്ഞു 24 സെഷൻ ആരെങ്കിലും വന്ന് ക്ലാസ് എടുത്തിട്ട് പോകുന്നത്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഡോൺ ചോദിക്കുന്ന ചോദിച്ചാൽ അവരെ ട്രിഗർ ചെയ്യണം, അവര് ചിന്തിക്കാൻ തുടങ്ങണം. നേരത്തെ അലൻ പറഞ്ഞ പോലെ അല്ലെ, ഇതിൻ്റെ അകത്തൊക്കെ പല ഐഡിയാസും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡിബേറ്റ് ചെയ്യുമ്പോൾ അത് ഫോം ചെയ്യുന്നത്. അപ്പൊ അലൻ ഹാസ് എ ബിഗ് വിഷൻ. അതാണ് ഇമ്പോർട്ടന്റ്. എനിത്തിങ് ടു ഹാപ്പൻ യു ഷുഡ് ഹാവ് എ വിഷൻ. അപ്പൊ ഡോണിന്റെ പ്രൊഡക്റ്റ് കൂടുതൽ നന്നാക്കുക എന്നുള്ള ഡോണിന്റെ പാഷൻ has to be converted. അതിന് ഈ ഫോറം ഉപകാരപ്പെടും. അതിനുള്ള ലെവലിലുള്ള ആളുകളെ ഞങ്ങൾ ട്രൈ ടു ബ്രിങ് ഇൻ. തീർച്ചയായിട്ടും അവരായിട്ട് ഇന്ററാക്ട് ചെയ്ത് നോളേജ് ഗെയിൻ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് ഫോർ ജോയിനിങ് ദ പ്രോഗ്രാം. താങ്ക് യു വെരി മച്ച്. സ്മിത സുരേഷ്, അമൽ ഫ്രാൻസിസ് ഉണ്ടോ? ഞങ്ങൾ 12:30 വരെയാണ് സെഷൻ പ്ലാൻ ചെയ്തത്. അപ്പൊ ആർക്കാണെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ കേട്ടോ. ഇതാണ് നമ്മളുടെ എഞ്ചിനീയറിംഗിൽ. ഹലോ, പറഞ്ഞോളൂ. ഹലോ, സാറേ, എന്റെ പേര് സാബു എന്നാണ്. ഞാൻ വർമ്മ ഹോംസിൽ വർക്ക് ചെയ്യുന്നു. ബൊഗൈൻ ഹൈറ്റ്സ് എന്ന് പറഞ്ഞ സൈറ്റില് സാറാണ് അവിടുത്തെ ഇതിന്റെ സ്ട്രക്ചറൽ ഡിസൈൻ. നമ്മൾ ഈ കോളംബിയം ജംഗ്ഷനിൽ ശരിക്കും നമ്മൾ 7 സെന്റിമീറ്റർ ആണ് സ്റ്റെറപ്സിന്റെ സ്പേസിംഗ് പറയുന്നത്. നമുക്കത് ഒരിക്കലും 7 സെന്റിമീറ്ററിൽ പോസിബിൾ അല്ല. നമ്മൾ സ്റ്റെറപ്സ്, കോളത്തിന്റെ സ്റ്റെറപ്സ് അങ്ങനെ ഇടാനായിട്ട്. നമ്മളൊരു ഔട്ടർ റിംഗ്. ഹലോ സാബു, പറഞ്ഞോളൂ. അതിന്റെ എല്ലാ സ്റ്റെപ്സും നമ്മൾ അതിനകത്ത് കാണിച്ചിരിക്കുന്ന രീതിയിൽ ഇടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണത്. 7.5 സെന്റിമീറ്റർ ഇടുക എന്ന് പറഞ്ഞാൽ. സാബു, മനസ്സിലായി എനിക്ക്. അത് ഒരു പ്രാക്ടിക്കലി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. കാര്യം നമ്മളുടെ ബിൽഡിംഗ് ഡക്ടിലിറ്റി ഡീറ്റെയിലിംഗ് പ്രകാരം IS 13920 എന്ന് പറഞ്ഞ കോഡ് ഉണ്ട്. അപ്പൊ ഭൂകമ്പം വരുമ്പം ഇത് ആടി ഒലയുമ്പോ അതിന്റെ സ്റ്റിറപ്സ് വിട്ടുപോകാതിരിക്കാൻ കോളത്തിന്റെ ജംഗ്ഷൻ വരുമ്പോ ചേർത്തിടണം എന്നുള്ള ക്ലോസ് ഞങ്ങൾ ഫോളോ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവിടെ പ്രാക്ടിക്കലി സാബു അത് നമുക്ക് സീ ഹുക്ക് ആയിട്ട് എടുത്തിട്ട്
ആ 135 ഡിഗ്രി ബെൻഡ് കൊടുക്കുന്ന വിധത്തിൽ 2 പീസായിട്ട് ചെയ്യുക. അതേ നിവൃത്തിയുള്ളൂ. സാബു പറഞ്ഞാൽ അല്ലെ കോൺക്രീറ്റ് ഇറങ്ങൂല സാബു പ്രാക്ടിക്കലി. പക്ഷെ കോഡ് പ്രകാരം ഞങ്ങൾ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ അങ്ങനെ പ്രാക്ടിക്കലി നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. വളരെ ജെന്യൂൻ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ സാറിന് അലോ ചെയ്യുന്നത് സി ആയിട്ട് 2 സ്റ്റിറപ്പ് എടുക്കും. എന്നിട്ട് 135 ഡിഗ്രി ബെൻഡ് അടിച്ചിട്ട് അത് കണക്ട് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ സ്റ്റിറപ്പ് കാരണം നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും. ഓക്കെ സാബു, താങ്ക് യു വെരി മച്ച്. ഞാൻ നേരത്തെ നമ്മുടെ ഫോറം, നമുക്ക് വേറെ സെഷനില്ല. ഇത് എന്റെ തിങ് നിങ്ങളുടെ ഡൗട്ട് വരും, അല്ലാതെ ടോക്ക് വെച്ചിരിക്കുന്നത് ആളുകൾ. പറഞ്ഞോളൂ സാബു. സാറേ, നമ്മുടെ ഈ കോളത്തിന്റെ കവർ നമ്മൾ 20 സെന്റിമീറ്റർ വിട്ടുള്ള കോളത്തിനും 4 സെന്റിമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ ചെയ്തിരുന്ന പ്രോജക്റ്റിൽ 2.5 സെന്റിമീറ്റർ പറ്റുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിരുന്നു. 20 സെന്റിമീറ്റർ വിട്ടുള്ള കോളത്തിൽ 2.5 സെന്റിമീറ്റർ മാക്സിമം കവർ പറ്റുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിരുന്നു. നമ്മളിവിടെ 4 സെന്റിമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായി. അതായത് നമ്മുടെ കോഡ് റിവിഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഡ്യൂറബിലിറ്റി ക്രൈറ്റീരിയ ആണ്. കാര്യം കമ്പി തുരുമ്പെടുത്തിട്ട് നമ്മളിപ്പോ പല കെട്ടിടങ്ങളും എടുത്ത് നോക്കി അറിയാം. ഈ പല കെട്ടിടങ്ങളിലും ഡാമേജ് തുടങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ പുറത്തുനിന്ന് കമ്പി ഈ ഓക്സിജൻ ഇതിന്റെ അകത്തേക്ക് എയർ കയറി ഓക്സിജൻ ഫോം ചെയ്ത് അയണും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്ത് ഫോർമേഷൻ വന്ന് ബൾജിങ് വന്ന് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് കോളത്തിൽ മിനിമം, പ്രത്യേകിച്ച് നമ്മളുടെ പോലത്തെ കടലിനോട് ചേർന്നുള്ള ഏരിയകളിൽ 40 mm കവർ വേണം എന്നുള്ളൊരു ക്രൈറ്റീരിയ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ശരിക്കും സാബു നമുക്ക് കോളത്തിന്റെ വിട്ട് 30 സെന്റിമീറ്റർ ആക്കി എടുക്കണം. അപ്പൊ 40 mm കുറയ്ക്കാൻ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ഇപ്പൊ കോഡ് പറയുന്ന മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിന് മിനിമം 30 സെന്റിമീറ്റർ കോളത്തിന് വിട്ട് വേണമെന്നാണ് കോഡ് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ പ്രാക്ടിക്കലി അത് മുറിയില്ലാത്ത വരും, കാറ് പറിക്കാൻ പറ്റില്ലാത്തൊക്കെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രക്ചറൽ അനാലിസിസിൽ ഒരു ക്ലോസ് ഉണ്ട്. അത് ഷിയർ വോൾ ആയിട്ട് ഡിസൈൻ ചെയ്യാന്ന്. അപ്പൊ ആ ഷിയർ വോൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടാണ് നമുക്കിപ്പോ 20 കോളംസ് തരുന്നത്. അതുകൊണ്ടാണ് സ്റ്റിറപ്പിന്റെ എണ്ണവും കൂടുന്നത്, സാബുവിന് സൈറ്റിൽ പണി ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നതും. നമ്മൾ 30 സെന്റിമീറ്റർ ആക്കിയാല് അത് കുറേം കൂടെ നമുക്ക് ബെറ്റർ ആക്കാം. പക്ഷെ അത് പ്ലാനിങ് തൊട്ട് നമ്മൾ കാറുകൾ പോവില്ല, ഇത് പോവില്ല, റൂംസിലൊന്നും കാണൂല എന്നുള്ള വിധത്തില് ആക്കി നമുക്ക് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും സാബു. താങ്ക് യു സാബു, താങ്ക് യു വെരി മച്ച്. അടുത്തത് ആരെങ്കിലും? സ്മിത. ഹലോ. സ്മിത പറയൂ. സർ. പറഞ്ഞോളൂ സ്മിത. ഗുഡ് ആഫ്റ്റർനൂൺ സർ. സർ, ഞാനിപ്പോ വർക്ക് ചെയ്ത മേരുമാത കൺസ്ട്രക്ഷൻസ്. ഹലോ. ഹലോ ഹലോ. സ്മിത. സർ, വർക്ക് ചെയ്യുന്നത് മേരുമാത കൺസ്ട്രക്ഷൻസിലാണ്. ഒരു 3.5 years ആയി. മുൻപ് ഹീരയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോ ബിൽഡിംഗ് വർക്ക്സ് ആയിരുന്നു. ഇപ്പോ നമ്മള് ബ്രിഡ്ജസ്, ഫോർട്ടിന്റെ വർക്ക്, ജെട്ടി വർക്ക്, അങ്ങനത്തെ വർക്ക്സിലാണ് ഇൻവോൾവ്. അപ്പോ ഈ ബ്രിഡ്ജസിൽ വരുന്ന ജസ്റ്റ് ഈ എന്താണ് എക്സ്പാൻഷൻ ക്രാക്സ് ഒക്കെ ഉണ്ടല്ലോ സർ, എക്സ്പാൻഷൻ ജോയിന്റിനോട് ചേർന്ന് വരുന്നേ, അതിന്റെ ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് ആ പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൽ ചോദിച്ചാൽ മതിയോ? പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞോളൂ സ്മിത. എനിക്ക് അറിയാം, ഞാൻ സ്മിതയുടെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പോർട്ടലിന്റെ പ്രൊജക്റ്റിൽ ഞങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഫയലിംഗ് ചെയ്തത്. അപ്പൊ ഡെഫിനറ്റ്ലി ആ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഇപ്പൊ ഈ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ടീനു പറഞ്ഞായിരുന്നു നേരത്തെ, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നതാണ് പാലാരിവട്ടം ബ്രിഡ്ജിന്റെ ഇഷ്യൂ. അത് ഓപ്പൺ ചെയ്ത് നമുക്ക് ഒരു സെഷൻ പോയി. കാര്യം പാലാരിവട്ടം സ്ട്രക്ചറിന്റെ ഫെയിലിയറിനെ പറ്റി, അതിന്റെ സിറ്റുവേഷനെ പറ്റി ഇന്നിപ്പോ ഗവൺമെന്റ് പൊളിച്ചു കളയാൻ പറയുന്നുണ്ട്. പക്ഷെ എന്താണ് എഞ്ചിനീയറിംഗ് നമ്മൾ അറിയേണ്ടതാണ്. അത് നമുക്ക് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ബ്രിഡ്ജിന്റെ എക്സ്പാൻഷൻസും ഗ്യാപ്സും എങ്ങനെയാണ് ക്രാക്ക് പ്രിവെന്റ് ചെയ്യുക, അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനെ പറ്റി ഒരു പർട്ടിക്കുലർ സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെ വെച്ച് സ്മിതയുടെ പോയിന്റ് ടേക്കപ്പ് ചെയ്യുന്നതായിരിക്കും. സ്മിത, താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ്. Okay, thank you, sir. Don't worry, it is not only for building. Anything connected with civil engineering, we will do it. കേട്ടോ? Okay, sir. Okay, thank you. Civil engineering മാത്രമല്ല, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കേട്ടോ? Okay, sir. Okay. Thank you, sir. Thank you. അടുത്തത് ആരെങ്കിലും വോളണ്ടറി ചെയ്താ നല്ലതായിരുന്നു. ജിഷ്ണു. ഹലോ, പറഞ്ഞോളൂ. സാർ, ഗുഡ് ഈവനിങ് സാർ. ഞാൻ യൂണിടെക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഒരു 3 വർഷമായിട്ട് ഞാനിപ്പോ മനോജ് സാറിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോ കൂടുതൽ പൈലിംഗ്, സോൾ ടെസ്റ്റ് അതിലാണ് വർക്ക് ചെയ്തത്. ഓക്കെ സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, അപ്പൊ എനിക്ക് മുകളിലേക്കുള്ള വർക്കുകൾ അത്ര പഠിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ നിന്നിട്ടില്ല. ചെറിയ ചെറിയ ബിൽഡിംഗ് വർക്കുകൾ നിന്നിട്ടുള്ളൂ.
അപ്പൊ എനിക്കുള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സീ ലെവലിലൊക്കെ ഐ മീൻ കടലിന്റെ സൈഡിലൊക്കെ നമ്മൾ പൈലിംഗ് ചെയ്യുമ്പോൾ റെസ്റ്റ് വരാൻ സാധ്യത കൂടുതലാണല്ലോ സാറേ. അപ്പൊ അതിന് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നത്? അപ്പൊ റെസ്റ്റ് വന്നു കഴിഞ്ഞാൽ പൈലിംഗ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ മുകളിലേക്കുള്ള വർക്കിനെ അത് ബാധിക്കുമല്ലോ. അപ്പൊ അത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ എന്താ സാറേ വഴിയുള്ള? ജിഷ്ണു, അതിൻ്റെ അകത്ത് പ്രൈമറിലി കോഡ് തന്നെ പല സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കടലിനോട് അടുത്ത് പോകുന്നതോറും നമുക്ക് എൻവയറമെന്റൽ കണ്ടീഷൻ ഡ്യൂറബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ് കോഡ് ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് കൂട്ടിക്കൊണ്ടുവരും മിക്സ്. പിന്നെ കവർ 75 mm കവറായിട്ട് കൂട്ടും നമുക്ക് റീഎൻഫോഴ്സ്മെന്റ് എക്സ്പോസ്ഡ് ആകാതിരിക്കാനായിട്ട്. പിന്നെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് M40 നമ്മൾ മാറ്റും, അത് സി ആയിട്ട് ചേർന്ന് വരുന്നിടത്ത്. അങ്ങനെ അതിന്റെ സ്ട്രെങ്ത് കൂട്ടുകയും അതിന്റെ പൈലിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കുകയും പിന്നെ നമുക്ക് ചിലയിടത്ത് ഏരിയയിൽ നമ്മൾ സ്പെഷ്യൽ മിക്സ് കോൺക്രീറ്റിന് പോകും. അതായത് സൾഫേറ്റ് റെസിസ്റ്റന്റ് കോൺക്രീറ്റ്, അങ്ങനത്തെ സൾഫേറ്റ് കണ്ടന്റ് കൂടുതലാണെങ്കിൽ സൾഫേറ്റ് റെസിസ്റ്റന്റ് കോൺക്രീറ്റ് പോകും. പിന്നെ ചിലയിടത്ത് നമ്മൾ കേസിംഗ് പൈപ്സ് കൊടുക്കും, ലൈനേഴ്സ് കൊടുക്കും. ലൈനർ പൈൽ ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ ഡയറക്റ്റ് പ്രത്യേകിച്ച് ഈ വെള്ളം വരുന്ന പോർഷന് ഒരു സീ ബെഡിൽ ഒരു മിനിമം ഡെപ്ത് ഓഫ് ഫിക്സിറ്റി കിട്ടുന്നവരെ നമ്മൾ ലൈനർ പൈലിങ്ങിന് പോകും, നമുക്ക് കോൺക്രീറ്റ് ഡയറക്റ്റ് ആയിട്ട് എക്സ്പോസ്ഡ് ആകാതിരിക്കാൻ. പിന്നെ ലൈനറിന്റെ തിക്നെസ്സും അതനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. ലൈനർ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ ലൈനർ കൊടുക്കാൻ പറ്റത്തില്ലോ, ഒരു പരിധി മീറ്റർ കഴിഞ്ഞാൽ ലൈനർ കൊടുക്കാൻ പറ്റത്തില്ലോ. കാരണം കഴിഞ്ഞിട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഡെപ്ത് ഓഫ് ഫിക്സിറ്റി വരെ. അപ്പൊ അതിന്റെ ബെഡ് ലെവലിന്റെ മണ്ണിന്റെ അടിയിലേക്ക് ഈ മോയ്സ്ചർ വേരിയേഷൻ വരാത്ത ലെവലിലേക്ക് നമ്മൾ ആക്കി കഴിഞ്ഞാൽ പിന്നെ തുരുമ്പെടുക്കുന്ന സാധ്യത വളരെ കുറവാണ്. അപ്പൊ ആ ലെവൽ വരെ നമുക്ക് ലൈനർ കൊടുക്കാൻ പറ്റും. താങ്ക് യു ജിഷ്ണു. അടുത്തത് അമൽ. ഹലോ സർ. അമൽ പറഞ്ഞോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഞാനിപ്പോ ബിടെക് ഫൈനൽ ഇയർ ആണ്. ഞാനാന്ന് തോന്നുന്നു. ഏറ്റവും ജൂനിയർ മോസ്റ്റ് ആള് ഞാനാന്ന് തോന്നുന്നു. കാരണം ഈ കോഴ്സിന്റെ പ്രൊഫസറെ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി ഓൾമോസ്റ്റ് ഒരു ഫുൾ, അതായത് നമ്മൾ ബിടെക് പഠിച്ചു കഴിഞ്ഞാൽ ഇറങ്ങുന്ന ഓൾമോസ്റ്റ് ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഓൾ ആസ്പെക്ട് ഇതിൽ കവർ ചെയ്യുന്നത് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സിന് ചേരാനുള്ള കാരണം. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടപ്പോ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. കാരണം ഞാനും ആലോചിച്ചപ്പോ ഈ നമ്മൾ ഈ തിയറി പഠിച്ചിട്ട് ഇപ്പൊ സൈറ്റിൽ പോയിട്ട് ഇപ്പൊ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇപ്പൊ ഇത്രയും പേര് എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് മനസ്സിലാക്കാം. കാരണം നമ്മൾ സൈറ്റിൽ പോയി അല്ലെങ്കിൽ ഓരോരോ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചിട്ട് പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് നമുക്കൊരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാം. സോ അതാണ് ഞാൻ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പം SRM ചെന്നൈയിലാണ് പഠിക്കുന്നത്, 4th ഇയർ ആയി. ഓക്കെ അമൽ, താങ്ക് യു. അമലിനെ പോലെ ഉള്ളവരാണ് ഭാവിയിലെ എഞ്ചിനീയർമാരാവേണ്ടത്. അപ്പൊ നിങ്ങൾക്കാണ് ആ കോൺഫിഡൻസ് വരേണ്ടത്. ഡെഫിനറ്റ്ലി അതാണ് ഞങ്ങളുടെ, ഐ ആം വെരി ഹാപ്പി. ഞങ്ങളുടെ ഈ ഐഡിയ ബിൽഡേഴ്സ് അസോസിയേഷൻ ഇത് കൊണ്ടുവരുന്നതിന്റെ ലക്ഷ്യവും അമലിനെ പോലുള്ള എഞ്ചിനീയേഴ്സിനെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള പർപ്പസിനാണ്. താങ്ക് യു വെരി മച്ച് അമൽ ഫോർ ജോയിനിങ് ദ കോഴ്സ്. അമലിന്റെ ഫ്രണ്ട്സിനോടും പറഞ്ഞോളൂ ജോയിൻ ചെയ്യാനായിട്ട് കേട്ടോ. താങ്ക് യു. സുഷ്മിത. താങ്ക് യു. സുഷ്മിത. Yeah. Hello, sir. Sushmita, parnolu. Sir, Sushmita, I'm from Tamil Nadu. I've completed my BE Civil Engineering in the year 2017, sir. Yeah. I was working as a quality surveyor in AECOM for the past 1 year and 7 months. And now I'm currently looking for a new job. And I was so very much inspired by the topic of the program, and that inspired me to join this course. And all the topics you're covering here, I saw on the brochure, is somewhat related to my quality surveying aspect. And so in order to know more and more about this, I joined this quality program. Yeah. Sushmita, will you be able to follow Malayalam? Not exactly, sir, but I'll be able to understand, sir. No, we will try to. We will try to balance. That's why, because last meeting or session also there were many people who are not able to follow, but we will try to mix both together, and we will teach you some Malayalam also. Don't worry. Thank you, sir. French language is a good thing. When that adds another card up your sleeve. So definitely try to learn Malayalam also in the process. We will try. And thank you very much. Sushmita is one person who was, we got about 15 to 20 feedback during from the last session. Request you people to give the feedback so that we can improve. And Sushmita, thank you very much for giving a elaborate feedback to us, so that the purpose is that we believe that there is always scope for improvement. And as long as you believe that you can improve from your level, you can still grow.
അപ്പൊ അതാണ് നമുക്ക് it was very helpful for us to understand. You are very clear that what was good, what was bad, how we can improve. Thank you very much. Keep sending the suggestion, keep criticizing, and then only we will improve and we will try to deliver the best possible way, and as a team we will work together. Thank you very much. Sure, sir. Thank you, sir. Thank you, and all the best, Sushmita. Thank you, sir. Thank you, sir. And Ansel, unmute ചെയ്യണം. Ansel പറഞ്ഞോളൂ. സാർ ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ, ഞാൻ വർമ്മ ഹോംസിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 3 വർഷമായിട്ട് വർമ്മ ഹോംസിൽ 3 വർഷമായി ഇപ്പോൾ വർമ്മ ഹോംസിൽ ജോയിൻ ചെയ്തിട്ട്. ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് 6 വർഷമായി. അതിന് മുമ്പ് അസറ്റ് ഹോംസിലായിരുന്നു. ഇപ്പോ വർമ്മ ഹോംസിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സൈറ്റിൽ എനിക്ക് മൊത്തത്തിലൊരു എക്സ്പീരിയൻസ് കിട്ടിയായിരുന്നു. ഇപ്പൊ ഞാനിപ്പോ റീസെന്റ് ഒരു ഫിനിഷിംഗ് പ്രോജക്റ്റിലായിരുന്നു. അവിടെ ഈ മെയിൻ ആയിട്ട് ഫേസ് ചെയ്തത് ഈ ക്രാക്സ് തന്നെയായിരുന്നു. അത് ഇപ്പോ അടുത്ത ക്ലാസ്സിൽ സാർ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മളിപ്പോ മെയിൻ ആയിട്ട് എനിക്ക് ഒരു ഡൗട്ട് ഉള്ളത്, നമ്മൾ ഈ ഹൈ റൈസ് ബിൽഡിംഗിൽ ഇപ്പോൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് AC ബ്ലോക്സ് ആണ്. നമ്മൾ അവിടെ യൂസ് ചെയ്തത് തന്നെയായിരുന്നു. ഈ ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സും പ്ലംബിംഗ് കൺസീൽഡ് വർക്ക് ഒക്കെ ചെയ്യാനായിട്ട് ഇത് എളുപ്പമാണ്. ബട്ട് ഈ ഇന്റീരിയർ വർക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ ഇന്റേണൽ ഡോർസ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് അതിന്റെ ഹലോ അൻസൽ കേൾക്കാം, പറഞ്ഞോളൂ അൻസൽ. ഓക്കെ, ഡോർ മാഗ്നറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നുണ്ട്. അതിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് അവിടെ നിന്ന് ഊരിപ്പോകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഇത് സ്ട്രക്ചറിന്റെ സ്റ്റീലിന്റെ ക്വാണ്ടിറ്റി കുറക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് അറിയാവുന്നത്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? പിന്നെ ഇത് ക്രാക്സ് വരുന്നതിന് ഈ എയറോകോൺ ബ്ലോക്സ് ഒരു കാരണമാണ്. നമ്മളിപ്പോ അവിടെ ഗ്രൗണ്ട് ഫ്ലോറും കാര്യങ്ങളൊക്കെ നമ്മൾ സോളിഡ് ബ്ലോക്ക് ആണ് യൂസ് ചെയ്തത്. ഇത് മെയിൻ ആയിട്ട് ടോപ്പ് ഫ്ലോറുകളിലാണ് എയറോകോൺ ബ്ലോക്സ് യൂസ് ചെയ്ത സ്ഥലങ്ങളിലാണ് ഞാൻ ഈ ക്രാക്സ് കൂടുതലായിട്ട് കണ്ടത്. അപ്പോ ഇത് ക്രാക്സ് ഈ എയറോകോൺ ബ്ലോക്സ് യൂസ് ചെയ്യുന്നവർക്ക് ക്രാക്സ് വരാനുള്ള സാധ്യത കൂടുതലുണ്ടോ? പിന്നെ ഹലോ പറഞ്ഞോ അൻസൽ, കേൾക്കുന്നുണ്ട് അൻസൽ. ഹലോ അൻസൽ പറഞ്ഞോളൂ. ഹലോ ഹലോ അൻസൽ, ഞങ്ങൾക്ക് കേൾക്കാം, പറഞ്ഞോളൂ അൻസൽ. ഹലോ അൻസൽ ഡിസ്കണക്റ്റഡ് ആയി പോയെന്ന് തോന്നുന്നു. അൻസൽ പറഞ്ഞൊരു പോയിന്റ്, എയറോകോൺ ബ്ലോക്സ് ഉപയോഗിക്കുന്ന സ്ഥലത്ത് അവർക്ക് ഒരു ചെറിയ പ്രോബ്ലം വരുന്നുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എയറോകോൺ ബ്ലോക്ക് നമ്മൾ ഒരു ഫില്ലർ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ബീം എപ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, RCC സ്ട്രക്ചറിൽ നമുക്ക് ബീം വളഞ്ഞാലേ അതിന്റെ ലോഡ് എടുക്കുള്ളൂ. അത് ബീം ബെൻഡ് ആവണം, ബെൻഡ് ആയാലേ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അപ്പൊ അത് തമ്മിൽ അത് ബെൻഡ് ചെയ്യാനുള്ള ഒരു കുഷ്യൻ അവിടെ മെറ്റീരിയൽ കൊടുക്കണം. പ്രത്യേകിച്ച് എയറോകോൺ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫില്ലർ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് അൻസൽ കേൾക്കാലോ അല്ലെ? ഓക്കെ, ഫില്ലർ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ആ സെപ്പറേഷൻ പ്രോപ്പറായിട്ട് ഇത് ചെയ്യണം. അങ്ങനെ വന്നാൽ ക്രാക്ക് ഫോം ചെയ്യില്ല. അത് തമ്മിലുള്ള ഗ്യാപ്പ് പ്രോപ്പറായിട്ട് കൊടുത്ത് എക്സ്പാൻഷൻ ഫില്ലർ മെറ്റീരിയൽ തന്നെ ഉപയോഗിക്കണം. ഒന്ന് പോളിസൾഫൈഡ് സീലന്റ് അല്ലെ പ്ലേറ്റ്സ് ഇത് കിട്ടും, പാഡ്സ് കിട്ടും. ആ പാഡ്സ് നമ്മൾ ചിക്കൻ മെഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആവൂല സെപ്പറേഷന് വേണ്ടിയിട്ട്. അതിന് പാഡ്സ് കൊടുത്ത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ഈ ഗോ ഫോർ എയർ വെയിറ്റ് കുറയും. അപ്പൊ നമ്മുടെ സ്ട്രക്ചർ കുറെ കൂടെ ലൈറ്റർ ആവും. അതാണ് ACC ബ്ലോക്കിന് കൊണ്ടുപോകുന്നതുകൊണ്ടുള്ള ഗുണം കേട്ടോ. ഓക്കെ, ഇനി സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ സൈറ്റിൽ ആ പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ഫോട്ടോസ് എടുത്തിട്ട് എനിക്ക് ഷെയർ ചെയ്തോളൂ. വി വിൽ ട്രൈ ടു വർക്ക് ഔട്ട് മോർ ആൻഡ് കം അപ്പ് വിത്ത് സൊല്യൂഷൻ. എന്റെ അടുത്ത് എനിക്ക് വേണ്ട ഗ്രൂപ്പിൽ ഇട്ടോ, വി വിൽ ട്രൈ ടു കം ഔട്ട്. അത് പലർക്കും ഇതിന്റെ അകത്ത് എക്സ്പെർട്ട് ആയിട്ടുള്ളവരുണ്ടാവും. ദേ വിൽ ഓൾസോ കം ടു യു ആൻഡ് ദിസ് ഈസ് എ ഡൗട്ട് ക്ലിയറിംഗ് ഫോർ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. താങ്ക് യു അൻസൽ ആൻഡ് ഓൾ ദ ബെസ്റ്റ്. അടുത്തത് 22 പേരെ, നമുക്ക് എല്ലാം കൂടെ 32 പേരുണ്ട്, 10 പേരും കൂടെ ഉണ്ട്. ഹു വാണ്ട്സ് ടു സ്പീക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് പറയണം. നമ്മൾ ചോദിച്ച് ഇന്ററാക്ട് ചെയ്താലേ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങളുടെ മേരി ലീനു ഉണ്ടോ? മേരി ലീനു പറഞ്ഞോളൂ. ഇച്ചിരി മൈക്കിനോട് ചേർന്ന് പറയുവോ? ഇപ്പൊ കേക്കാം. കുറച്ചുകൂടെ ഒന്ന് മൈക്കിനോട് ചേർന്ന് പറഞ്ഞോളൂ. ഇപ്പൊ വോയിസ് കേറി വരുന്നുണ്ട്. ഹലോ, കേൾക്കണോ? മേരി ലീനു പറഞ്ഞോളൂ. എന്റെ പേര് മേരി ലീനു. ഞാൻ A to Z എഞ്ചിനീയേഴ്സിനെ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, ഞാൻ സിവില് കുസാറ്റിന്ന് പഠിച്ചതാണ്. 2018 പാസ് ഔട്ട്.
ഓക്കെ. എൻ്റെ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ബിൽഡിങ്ങിൽ സാറേ നേവൽ ബേസിൻ്റെ അകത്തുള്ള ബിൽഡിംഗ് ആണ്. അത് ഒരു ബോട്ട് റിപ്പയർ യാർഡാണ്. അതിനുള്ളിൽ കോളം ഒരു 3rd ഫ്ലോർ കഴിയുമ്പോൾ കോളം ചെറുതാവുന്നുണ്ട്. കോർബൽ ലെവൽ കഴിയുമ്പോൾ കോളം ചെറുതാവും. ഓക്കെ. സൈസ് ചെറുതാവും. പക്ഷെ അതിന്റെ സെന്റർ അപ്പം മാറുന്നതാണ്. അത് വൺ സൈഡ് ആണോ ചെറുതാകുന്നത് അതോ എല്ലാ വസ്തുവും നടുക്കേക്ക് ചെറുതാവുകയാണോ ചെയ്യുന്നത്? ഇല്ല, വൺ സൈഡാ ചെറുതാവണം. അപ്പൊ അതിന്റെ സെന്റർ മാറല്ലേ ചെയ്യുന്നത്? അതെ, എക്സെൻട്രിസിറ്റി വരും. കറക്റ്റ് ആണ്. ലിനു പറഞ്ഞോളൂ, മേരി ലിനു പറഞ്ഞോളൂ. അപ്പൊ അതിന് സെന്റർ ഓഫ് ഗ്രാവിറ്റി മാറി. അപ്പൊ അതിനെ എഫക്ട് ചെയ്യത്തില്ലേ ബിൽഡിങ്ങിന്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ മേരി ലിനു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേരി ലിനുവിന്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ബിൽഡിംഗ് MESന്റെ വർക്കാണ്. അപ്പൊ 3 നില വരെ കോളം ഉണ്ട്. മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ കോളത്തിന്റെ ഔട്ടർ സെയിം ആയിട്ട് കോളത്തിന്റെ സൈസ് ചെറുതാവും. അപ്പൊ എക്സെൻട്രിസിറ്റി വരും. എക്സെൻട്രിസിറ്റി വരുമ്പോൾ ആ ലോഡ് പോകുമ്പോൾ അത് കൃത്യമായിട്ട് സെന്ററിൽ കൂടെ അല്ല പോകുന്നതെന്നുള്ളതാണ് മേരി ലിനുവിന്റെ പ്രോബ്ലം. അത് നമുക്ക് ആർക്കിടെക്ചറൽ റിക്വയർമെന്റിനാണ് നമ്മൾ അതങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ സ്ട്രക്ചറൽ ഡിസൈനിൽ നമ്മൾ ഈ എക്സെൻട്രിസിറ്റി ഫോം ചെയ്യുന്നതും കൂടെ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്യും. അപ്പൊ എക്സെൻട്രിക് അപ്പൊ ചിലയിടത്ത് നമ്മൾ കോളം ബീമിന്റെ അകത്തുനിന്ന് എടുക്കും. അപ്പൊ അത് ഫ്ലോട്ടിംഗ് കോളം എന്ന് പറയും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യും. അപ്പൊ സ്ട്രക്ചറൽ എഞ്ചിനീയർ ഡിസൈൻ ചെയ്ത ആൾക്കാര് ഈ കോളം വലിയുന്നതിന്റെ സെറ്റ് ബാക്ക് എടുത്ത് അതിന്റെ CG വെച്ച് ആ എക്സെൻട്രിസിറ്റി ഫോം ചെയ്യുന്നത് വെച്ചിട്ട് സെന്റർ വെച്ചിട്ടുള്ള അനാലിസിസും കൂടെ അവരുടെ ഫൗണ്ടേഷനിലും താഴത്തെ കോളത്തിലും അതിനനുസരിച്ചിട്ട് റീഎൻഫോഴ്സ്മെന്റ് കൊടുത്താൽ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടായിരിക്കും അവരത് ചെയ്തിരിക്കുന്നത്. എനിക്കും ആദ്യകാലത്ത് വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും തോന്നിയിരുന്ന ഡൗട്ട്സ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങള്. കാര്യം എങ്ങനെയാണ് കോളം മാറുന്നത്, അങ്ങനെ ആകുമ്പോൾ CG മാറിപ്പോകില്ല ഇതില്ലേ. അപ്പൊ പ്രാക്ടിക്കലി കുറെ ചേഞ്ചസ് നമുക്ക് സൈറ്റ് കണ്ടീഷൻ കൊണ്ടും കൺസ്ട്രെയിൻസ് കൊണ്ടും കൊടുക്കണം. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്താൽ അതിന് പ്രോബ്ലം വരില്ല. മേരി ലിനു, താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ്. അടുത്തത് ആകാശ്. ഷിബിൻ. അടുത്ത ആരെങ്കിലും ഉണ്ടോ? ഡൗട്ട് ഉള്ളവര് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. And this is an open forum. We just wanted to introduce ourselves, wanted to know about it. I am very thankful that everybody is interacting. നമ്മൾ എല്ലാവരും നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡിബേറ്റ് ചെയ്ത് മുമ്പോട്ട് പോയാലേ ഞാൻ ഉദ്ദേശിക്കുന്ന എഫക്റ്റ് ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളുടെ കോഴ്സിൽ 24 പേര് വരും, അവർ വൺ സൈഡഡ് എന്തെങ്കിലും സംസാരിക്കും പോകും. അത് നമുക്ക് നമ്മുടെ സെഷൻസിൽ നമുക്ക് ആവശ്യം നമ്മുടെ ഇന്ററാക്ഷൻ ആണ്. നമുക്ക് അവരെ പ്രോംപ്റ്റ് ചെയ്യണം ചിന്തിക്കാനായിട്ട്. ഡോൺ പറഞ്ഞ പോലെ ദേ ഹാവ് ടു കം അപ്പ് വിത്ത് ഇന്നോവേറ്റീവ്. ഇത് അലൻ പറഞ്ഞ പോലെ ക്രിയേഷൻസ് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മുടെ ഈ ഫോറം കൊണ്ട് ബെനിഫിറ്റ് ഉള്ളൂ. ആൻഡ് ദെൻ ദിസ് ഈസ് എ 1 year സിസ്റ്റമായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അക്കോർഡിംഗ് ടു മീ ഇറ്റ് ഷുഡ് ബി എ കണ്ടിന്യൂസ് പ്രോസസ്. നമ്മളിപ്പോ കേരള മാനേജ്മെന്റ് അസോസിയേഷൻ every 2 weeks we do a talk. അപ്പൊ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് എവർ ഈസ് ഹാപ്പനിങ് ഇൻ ദ മാനേജ്മെന്റ് പീപ്പിൾ ഗെറ്റ് അപ്ഡേറ്റഡ് ഓൺ. അപ്പൊ അങ്ങനത്തെ ഇതിനകത്ത് അപ്പൊ നമുക്ക് 10 മിനിറ്റ് കൂടെ ഉണ്ട്. ഫോറം ഓപ്പൺ ആണ്. who wants to talk can talk in the next 5 minutes. ഇനി ഒരു 6-7 പേര് സംസാരിക്കാനുണ്ട്. എനിക്കറിയാം നമ്മൾ പൊതുവെ ഷൈ ആണ്. ഞാൻ വളരെ ഷൈ ആയിട്ടുള്ള ഒരാളാണ് സംസാരിക്കാനായിട്ട്. അപ്പൊ പക്ഷെ എഞ്ചിനീയറിംഗ് വന്നു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. വേറൊരു ഫോറത്തിൽ ഒരു താങ്ക്സ് പറയാനോ ഓട്ടോ താങ്ക്സ് പറയാനോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് ഓടിപ്പോകും. പക്ഷേ ഈ എന്റെ സബ്ജക്റ്റിനോട് എനിക്ക് പാഷൻ ഉള്ളതുകൊണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് വളരെ സന്തോഷമാണ്, ആഗ്രഹമാണ്. അപ്പൊ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ മൗനം വിദ്വാനം ഭൂഷണം എന്ന് ചിന്തിക്കേണ്ട. നിങ്ങൾ വിദ്വാൻമാരാണേലും ഞങ്ങൾക്ക് നിങ്ങളുടെ നോളേജിന്റെ ഷെയറിംഗ് വേണം. അപ്പൊ ഒന്ന് ഉണ്ടെങ്കിൽ ഇന്ററാക്ട് ചെയ്താൽ നല്ലതാണ്. വി വിൽ വെയിറ്റ് ഫോർ 2 more minutes. Then I will just do a small presentation. What is coming up in the next series? What are the talks which you have planned? ആൻഡ് ഞാൻ ഒന്നുകൂടെ പറയാണ്, ഇത് വളരെ ഫ്ലെക്സിബിൾ ആണ്. നമ്മളെല്ലാവരും കൂടെ തീരുമാനിക്കേണ്ടത് നമുക്ക് എങ്ങനത്തെ കോഴ്സ് വേണ്ടതെന്ന്. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും വാല്യൂ അഡീഷൻ വരുന്ന സാധനമാണ് നമുക്ക് വേണ്ടത്. കാര്യം നമ്മൾ ഇതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യുന്ന ടൈം ഷുഡ് ബി യൂസ്ഫുൾ. നമുക്ക് ഉപകാരം വരുന്നില്ലെങ്കിൽ നമ്മുടെ സമയം കളയുന്നതിൽ കഥയില്ല. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നമ്മൾ ടീമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് മുമ്പോട്ട് പോകാന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ 2 മിനിറ്റ് ആർക്കെങ്കിലും സംസാരിക്കാത്ത ബാക്കിയുള്ള എനിക്ക് തോന്നുന്നു ഏതാണ്ട് 3-4 പേര് സംസാരിക്കാത്തതുകൊണ്ട് ഞാൻ ഇനി പേര് പറയുന്നില്ല. അവർക്ക് ഓപ്പൺ ചെയ്ത് സംസാരിക്കാം. പറഞ്ഞോളൂ. ഹലോ, മൻസൂർ. സാറേ ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മൻസൂർ. പ്രസന്റ് ബിൽഡേഴ്സിലായിരിക്കും കാലിക്കറ്റ്. ഓക്കെ സാറേ കുറെ സംശയങ്ങൾ ഇപ്പൊ ഇതിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ എഴുതി വെച്ച സംശയങ്ങളൊക്കെ. പിന്നെ സാറേ സിമെന്റിന്റെ ഒരു ഡൗട്ടാണ് പിന്നെ ഉള്ളത്. ഇപ്പൊ OPC, PPC, സ്ലാഗ് ആണ് 3 സിമെന്റ് ഇപ്പൊ മാർക്കറ്റിൽ ഉണ്ടല്ലോ. അതെ. അപ്പൊ സാർ അപ്പൊ കാലാവസ്ഥക്ക് അനുസരിച്ച് ഏത് സിമെന്റ് നമുക്ക് യൂസ് ചെയ്യാം, മഴക്കാലത്ത് വേനൽക്കാലത്ത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയത്? സ്ലാഗ് ആകുമ്പോൾ കുറച്ച് സ്ലോ സെറ്റിംഗ് ആണല്ലോ. അതെ. അത് കുറച്ച് വേനൽക്കാലത്ത് യൂസ് ഇങ്ങനെന്നുള്ളതാണോ? ഓക്കെ, മനസ്സിലായി മൻസൂർ. അത് ഇമ്പോർട്ടന്റ് ആണ്. പണ്ട് നമുക്ക് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ്, അതായത് OPC സിമെന്റ് ആയിരുന്നു നമുക്ക് കൂടുതൽ ഉണ്ടായിരുന്നത്.
PPC വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PPCയും പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെന്റ് കണ്ടമാനമായിട്ട് കൂടി വരുന്നുണ്ട്. നമുക്ക് സ്ട്രെങ്ത് പെട്ടെന്ന് ഗെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് OPC സിമെന്റിന് പോകുന്നതാണ് നല്ലത്. പക്ഷെ പണ്ട് ആദ്യകാലങ്ങളിലൊക്കെ ഞങ്ങൾ കൺസൾട്ടൻസി തുടങ്ങുന്ന കാലത്ത് നമ്മൾ എപ്പോഴും പറയും OPC സിമെന്റ് മാത്രം മതി എന്ന് പറയും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ PPC എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ട്ലാൻഡ് പൊസോൾണിക് സിമെന്റാ. അവിടെ ഫ്ലൈ ആഷും സ്ലാഗും ഇതിന്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. പലപ്പോഴും ആഡ് ചെയ്യുന്ന ഫ്ലൈ ആഷിനും സ്ലാഗിനും ക്വാളിറ്റി ഉണ്ടാവൂലായിരുന്നു. അതുകൊണ്ട് സ്ട്രെങ്ത് തോന്നിയ വിധത്തിൽ മാറുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ OPC സിമെന്റ് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഓവർ ദ ഇയേഴ്സ് നമ്മൾ കഴിഞ്ഞ 10-15 കൊല്ലം കൊണ്ട് ടെക്നോളജി ഒരുപാട് ഇംപ്രൂവ്ഡ് ആയി. നമ്മുടെ ഗ്രേഡ് ഓഫ് സിമെന്റ് കൂടി 33 ഗ്രേഡ് ആയി, 43 ഗ്രേഡ് ആയി, 33 43 ആയി, 53 ആയി, സ്ട്രെങ്ത് കൂടി വന്നു, ഇത് വന്നു. അപ്പൊ ടെക്നോളജി ഇംപ്രൂവ് ആയപ്പോൾ നമ്മുടെ ഈ ഫ്ലൈ ആഷിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സും അത് കളക്ട് ചെയ്യുന്ന ഇലക്ട്രോണിക് പ്രസിപ്പിറ്റേറ്റേഴ്സ് വന്നു. സ്ലാഗ് പ്രോപ്പറായിട്ട് അവര് മാനുഫാക്ചർ ചെയ്യാൻ പഠിച്ചു. അങ്ങനെ PPC സിമെന്റ് എന്ന് പറഞ്ഞ സിമെന്റ്സ് കാര്യമായിട്ട് മാർക്കറ്റിൽ വന്നു, പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെന്റ്. അപ്പൊ ഇപ്പോഴും OPC സിമെന്റ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് സ്ട്രെങ്ത് ഗെയിൻ വേണ്ടെടുത്താണ്. PPC സിമെന്റിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കുറവാണ്, ഡ്യൂറബിൾ ആണ് കൂടുതൽ. അപ്പൊ ക്രാക്ക് വരുന്നത് നമ്മളിപ്പോ പലപ്പോഴും വാർത്ത് കഴിയുമ്പോൾ നമുക്കറിയാം, കുറച്ചു നേരം കഴിഞ്ഞ് ക്യൂർ ചെയ്തില്ലെങ്കിൽ ചിന്നല് വരും, കാക്കക്കാല് പോലെ വരും. മൻസൂർ സൈറ്റിൽ കണ്ടിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് വാർത്ത കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ക്രാക്ക് ചിന്നല് വരും. ആ ചിന്നല് വരുന്നത് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് PPC സിമെന്റിന് പോകുന്നത് നല്ലത്. പക്ഷെ നല്ല ക്വാളിറ്റി വേണം, കൺസിസ്റ്റന്റ് ആയിട്ടുള്ളത് ഉപയോഗിക്കണം. നമുക്ക് പെട്ടെന്ന് സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാനാണെങ്കിൽ OPC സിമെന്റ് വേണം. ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ട് ഷൈജു നമ്പ്യാർ എന്ന് പറഞ്ഞ ആള് ഈ കോൺക്രീറ്റിനും സിമെന്റിനും പിന്നെ അൾട്രാടെക്കിന്ന് നമ്മുടെ ജോസഫും വരുന്നുണ്ട് ഡിസ്കഷന്. അപ്പൊ ആ സെഷൻസിൽ നമുക്ക് ഇത് ഡൗട്ട്സ് ചോദിക്കാം. തീർച്ചയായിട്ടും അവർ കൂടുതൽ ഇലാബറേറ്റ് ചെയ്യും. ഞാൻ ടൈം പരിമിതി കൊണ്ടാണ്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഐ വിൽ ഗോ ഓൺ ടോക്കിംഗ് ഓൺ ദിസ്. പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും അവർ എക്സ്പെർട്സ് ആയിട്ടുള്ളവരോട് കൊണ്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്തെടുക്കാം. ഡെഫിനറ്റ്ലി ആ പോയിന്റ് നമുക്ക് കവർ ചെയ്യാം ഈ കോഴ്സിൽ. അടുത്തത് വേറെ ആരെങ്കിലും? അംജിത്ത് ഇപ്പൊ ജോയിൻ ചെയ്ത്. അംജിത്തിന് എന്താ പറയാനുണ്ട്? പറയൂ അംജിത്ത്. ഹലോ സാർ. അംജിത്ത് പറയൂ. സാർ ഓക്കെ സാർ, ഞാൻ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തത്, സോറി. ഞാനിപ്പോ സ്വന്തമായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന കാരണം ചെറിയൊരു ഡിലേ ഉണ്ട്. സാർ എനിക്ക് 2-3 ക്വസ്റ്റ്യൻസ് വെച്ചാൽ അത് ഇപ്പൊ ക്ലിയർ ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. അതായത് ഇപ്പൊ ഇൻ കേസ് ഏതെങ്കിലും ക്ലാസ് മിസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ലേറ്റർ ഓൺ റിട്രീവ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ട്, ലേറ്റർ ഓൺ റിട്രീവ് ചെയ്യാൻ ഫെസിലിറ്റി ഉണ്ടാവും. ഓക്കെ സാർ. അടുത്തതെന്ന് വെച്ചാൽ സാറേ, ഇപ്പൊ നമ്മൾ ഈ ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ ക്യൂബ് സ്ട്രെങ്ത് എടുക്കുമ്പോൾ നമ്മൾ സൈറ്റ് ട്രയൽ മിക്സിൽ നമ്മളൊരു 40 ഇപ്പൊ 30 ആണെങ്കിൽ അറൌണ്ട് 35 സ്ട്രെങ്ത് വേണമെന്ന് പറയുമല്ലോ. പക്ഷെ സൈറ്റിൽ നമ്മൾ മിക്കവാറും അത് കിട്ടുന്നില്ല. പക്ഷെ അത് അപ്പൊ എങ്ങനെയാണ് സാർ അത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുക? അത് ഓക്കെ ആണോ? ചിലപ്പോ മിക്കവാറും 30 കിട്ടും, പക്ഷെ ചില കൺസൾട്ടൻസ് അവർ പറയും പോരാ 35 തന്നെ വേണം, സൈറ്റിൽ കിട്ടുമ്പോഴും 35 തന്നെ വേണം, അല്ലെങ്കിൽ അബവ് 30 എന്തായാലും വേണം. പക്ഷെ സൈറ്റിലാവുമ്പോൾ അങ്ങനെ കിട്ടുന്നില്ല. അത് എങ്ങനെയാണ് സാർ അതിനൊരു ഗവേണിംഗ് ഇതുള്ളത്? ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ പറയുന്നുണ്ട്, പക്ഷെ അത് ക്ലിയർ ആയിട്ട് എനിക്കത് ക്ലിയർ ആയിട്ടില്ല. എവിടെയാണ്? ഞാൻ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. ഞാൻ ക്രസന്റ് കൺസ്ട്രക്ഷനിൽ ഉണ്ടായിരുന്നു. സാറിന്റെ തന്നെ വർക്കിൽ മറ്റേ ഗോൾ ടവർ ഉണ്ടല്ലോ. മനസ്സിലായി. അംജദ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാര്യം ഞാൻ ഇതിന്റെ അകത്ത് അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ഇതിന്റെ അകത്ത് കോൺക്രീറ്റിന്റെ വളരെ ഒരുപാട് ഡിബേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന് ശരിക്കും കോഡ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് കോൺക്രീറ്റ് മിക്സ് ചെയ്യുമ്പോൾ ട്രയൽ മിക്സ് ചെയ്ത് നമ്മുടെ ലാബില് മിക്സ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് FCK പ്ലസ്, അതായത് നമ്മൾ 30 ഗ്രേഡ് സിമെന്റ് വേണമെങ്കിൽ FCK പ്ലസ് 0.825 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 40 സെറ്റ് ഓഫ് ക്യൂബ് പൊട്ടിച്ചു നോക്കണം. അതിന്റെ ആവറേജിന്റെ വേരിയേഷൻ എടുക്കണം. എന്നിട്ട് നമ്മൾ അതിന്റെ വേരിയേഷൻ വരുന്നതിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ കോഡ് പറയുന്നുണ്ട് നമുക്ക് 5 എന്നുള്ളൊരു വാല്യൂ എടുക്കാന്ന്. അങ്ങനെ 30 എന്ന് പറഞ്ഞ ഗ്രേഡ് സിമെന്റ് ആണ് അംജിത്തിന് വേണ്ടെങ്കിൽ നമ്മൾ മിക്സ് ഡിസൈൻ ചെയ്യുമ്പോൾ മിനിമം 30 പ്ലസ് 0.825 ഇൻറ്റു 5, അതായത് 34.25 സ്ട്രെങ്ത് വേണം. മനസ്സിലായോ? അല്ലെങ്കിൽ FCK പ്ലസ് 4 34 മിനിമം വേണം. ഇതിൽ ഏതാ ഹയർ എന്ന് വെച്ചാൽ അത് എടുക്കാനാണ് കോഡ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ സാർ പക്ഷേ സൈറ്റിൽ വരുമ്പോഴേ ചിലപ്പോ അതിലേക്ക് വരുന്നു. അത് മിക്സ് ഡിസൈൻ ചെയ്യുമ്പോഴാണ്. ഇനി നമ്മൾ ട്രയൽ മിക്സ് എസ്റ്റാബ്ലിഷ്ഡ് അല്ലെങ്കിൽ അവിടെ ഒരു കറക്ഷൻ ഫാക്ടർ എന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതിന് ഹയർ ഫാക്ടർ ഓഫ് സേഫ്റ്റി. പക്ഷെ ഇത് മിക്സ് ഡിസൈൻ ചെയ്യുമ്പോൾ മാത്രം മതി.
സൈറ്റിൽ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയക്ക് അത് മിക്സ് ഡിസൈൻ്റെ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ആണ്. സൈറ്റിന്റെ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയയിൽ M30 കിട്ടിയാൽ മതി എന്നുള്ളതാണ് ശരിക്കും ഉള്ളത്. പക്ഷെ ഈ പറഞ്ഞ വിധത്തിൽ ചില ഒരു കോഡിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്ത്, കാര്യം എന്ന് വെച്ചാൽ സൈറ്റിൽ ലാബിൽ നമ്മൾ ചെയ്യുമ്പോൾ കൺട്രോൾഡ് കണ്ടീഷനാ, നമുക്ക് എല്ലാം പെർഫെക്റ്റാ. സൈറ്റിൽ കൺട്രോൾ കണ്ടീഷൻ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഹയർ മിക്സിന്റെ സ്ട്രെങ്ത് വാങ്ങിച്ചിട്ട് സൈറ്റിൽ പോയി സോൾവ് ചെയ്യുന്നത്. അപ്പൊ സൈറ്റ് ചെയ്യുമ്പോൾ M30 ഗ്രേഡ് കോൺക്രീറ്റ് ആണെങ്കിൽ M30 കിട്ടിയാൽ മതി എന്നുള്ളതാണ് ആവറേജ് സ്ട്രെങ്ത് മതി എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ. പക്ഷെ കോഡിലെ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ഇങ്ങനെ ഉള്ളത് കൊണ്ട് പല ഫോറത്തിലും അതൊരു വലിയ ഡിസ്കഷൻ ആണ്, ഡിബേറ്റ് ആണ്. ചിലർ 34 വേണമെന്ന് വരും. പക്ഷെ എഞ്ചിനീയറിംഗ് പെർഫെക്റ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഈ കൺസെപ്റ്റ് ആണ്. കാര്യം സൈറ്റിൽ നമുക്ക് കൺട്രോൾഡ് അല്ല. അപ്പൊ ആക്ച്വൽ കണ്ടീഷനിൽ നമുക്ക് 30 കിട്ടിയാൽ അത് അക്സെപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ആക്ച്വൽ ക്രൈറ്റീരിയ. അത് നമുക്ക് ഫർദർ ആയിട്ട് കോൺക്രീറ്റ് എക്സ്പേർട്സ് വരുമ്പോൾ നമുക്ക് ഡിബേറ്റ് ചെയ്യാൻ, ഡിസ്കസ് ചെയ്യാം. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ ബ്രിഡ്ജുകൾ ചെയ്യുന്നവരുണ്ട്. MOSTക്ക് വേറെ പ്രൊസീജിയർ ആണ്. MOSTക്ക് ട്രയൽ മിക്സ് എടുക്കുമ്പോൾ +12 വെച്ച് ആഡ് ചെയ്യണം. അതായത് നിങ്ങൾ 35 ഗ്രേഡ് ചെയ്യുന്നതെങ്കിൽ 47 വേണം സ്ട്രെങ്ത്. നമ്മൾ ട്രയൽ മിക്സ് പിന്നെ നമ്മൾ ലാബ് എസ്റ്റാബ്ലിഷ് ചെയ്താൽ അതിൽ നിന്ന് 3.5 കുറച്ച് കൊണ്ടുവരാം. അപ്പൊ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ, ഡിബേറ്റ് ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അഭിജിത്ത്, ഇതാണ് ശരിക്കും ഉള്ള മെന്റായിട്ടുള്ള കോഡ് ഉദ്ദേശിക്കുന്ന കാര്യം. അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്ത് നോളജ് ബിൽഡ് ചെയ്ത് വരണം. പിന്നെ സൈൻ ചെയ്യേണ്ട എഞ്ചിനീയറിന്റെ അടുത്ത് ചിലപ്പോൾ നമുക്ക് ആർഗ്യൂ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് കൊടുക്കേണ്ടത്. അതുപോലെ റീഇൻഫോഴ്സ്മെന്റ് ക്ലാസ്സും ഉണ്ടാവുമല്ലോ അല്ലെ? ഐ മീൻ ലാപ്പിംഗ് അങ്ങനത്തെ കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. തീർച്ചയായിട്ടും. നമ്മൾ ചെയ്യുന്ന സെഷൻസ് ഞാൻ ലാസ്റ്റ് 12:45 നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. ലാസ്റ്റ് 5 മിനിറ്റ് ഞാൻ ഒരു ഓടിച്ചൊരു 5 സ്ലൈഡ് PPT ചെയ്യും. അതിൽ എന്തൊക്കെയാണ് ഞങ്ങൾ ഇപ്പൊ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇത് ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് ഡിസ്കസ് ചെയ്ത് നമ്മുടെ ഇതിന്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു Q&A എന്ന് പറഞ്ഞ് താഴെ ചാറ്റ് എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് അതിൽ ടൈപ്പ് ചെയ്യുക. അപ്പൊ അതിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ലാസ്റ്റ് സെഷൻ കഴിയുമ്പോൾ സ്പീക്കറോട് ചോദിക്കാം. പിന്നെ 2 നമുക്ക് വരുന്ന വീണ്ടും ഉള്ള ഡൗട്ട്സ് അതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ഞങ്ങൾ കമ്പൈൽ ചെയ്തിട്ട് വി വിൽ കം ടു യു. എന്നിട്ട് ഡിസ്കസ് ചെയ്ത് അതിന്റെ സൊല്യൂഷൻ അപ്പോഴല്ലെങ്കിൽ വേറൊരു അവസരത്തിൽ വരും. പിന്നെ നമുക്കൊരു കോമൺ ആയിട്ടൊരു മെയിൽ ഗ്രൂപ്പ് ഉണ്ട് ഫാക്കൽറ്റി ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ. പിന്നെ ഇത് കൂടാതെ ബായിയുടെ ഓർഗനൈസിംഗ് ടീമിന്റെ തന്നെ നിങ്ങളായിട്ട് നോളജ് ഡിസിമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഒരു മെയിൽ ഗ്രൂപ്പും ഉണ്ട്. അതിലേക്ക് നിങ്ങൾ ഡാറ്റ ഇട്ട് കഴിഞ്ഞാൽ വി വിൽ അറ്റൻഡ് ടു ഇറ്റ്. അപ്പൊ ഇത് എക്സ്ക്ലൂസീവ് നമുക്ക് ഫാക്കൽറ്റി പാർട്ടിസിപ്പൻസ് സ്റ്റുഡൻസ് എന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്നേലും ഇപ്പൊ സന്തോഷിനെ പോലെ എക്സ്പീരിയൻസ് ചെയ്തതായിട്ടുള്ള ആളുകളെ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഫാക്കൽറ്റി പാർട്ടിസിപ്പന്റ് ഇന്ററാക്ഷൻ ഉള്ളൊരു മീഡിയ ആയിട്ടാണ് നമ്മൾ ഇത് കാണുന്നത്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഈ പ്രോഗ്രാമിന്റെ സക്സസ് ഇരിക്കുന്നത് ക്ലാസ്സുകളിലല്ല, നമ്മളുടെ ഡിസ്കഷനിലും ഡിബേറ്റിലും ഈ ഡോൺ പറഞ്ഞ പോലെ അലൻ പറഞ്ഞ പോലെ ഉള്ള ഡെവലപ്മെന്റ് നമുക്ക് ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിലാണ് നമ്മുടെ വിജയം. അതിനാണ് ഈ ഫോറം നമ്മൾ പ്രൈമറിലി ഉദ്ദേശിക്കുന്നത് അംജിത്. അപ്പൊ തീർച്ചയായിട്ടും ഈ വരുന്ന കാര്യങ്ങളും ഇത് സെഷൻസ് നമ്മൾ കവർ ചെയ്തെടുക്കുന്നതായിരിക്കും. താങ്ക് യു. ഇനി ആർക്കെങ്കിലും ഉണ്ടോ? നമുക്ക് 1 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു വാട്ട് ഈസ് കമ്മിങ് ഇൻ ദ നെക്സ്റ്റ് സെഷൻസ് എന്നുള്ളതൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. വേറെ ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? 3-4 പേരുണ്ട്. പക്ഷെ ഞാൻ ഫോഴ്സ് ചെയ്യണമെന്നില്ല ആരോടും. ഇറ്റ്സ് ഓൾ അപ് ടു യു പീപ്പിൾ. നമ്മള് നോളജ് എന്ന് പറഞ്ഞാൽ നമ്മള് ആർക്കും അടിച്ചേൽപ്പിക്കാൻ പറ്റിയതല്ല, ഓരോരുത്തര് ആഗ്രഹിച്ച് എടുക്കേണ്ടതാണ്. അപ്പൊ ഇറ്റ്സ് അപ് ടു യു. ഞങ്ങൾക്ക് അറിയാവുന്ന ലിമിറ്റഡ് നോളജ് ഞങ്ങൾ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ ജസ്റ്റ് നമുക്ക് ഒരു സ്ക്രീൻ ഷെയർ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. 1 മിനിറ്റ്. ഓക്കെ, വീഡിയോ കാണാമോ? ഇതാണ് നമ്മൾ പ്രൈമറിലി പ്ലാൻ ചെയ്യുന്നത്. ക്വാളിറ്റി ഇൻ കൺസ്ട്രക്ഷൻ സെഷൻ 1 കഴിഞ്ഞു. സെഷൻ 2 നമുക്ക് സർവേയിങ്ങിനെ പറ്റിയാണ് അടുത്ത ക്ലാസ് വരുന്നത്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലെ സർവേയിങ്ങിനെ പറ്റിയിട്ടാണ് ക്ലാസ് വരുന്നത്. അത് കഴിഞ്ഞ് കോൺട്രാക്ട് ഡോക്യുമെന്റിനെ പറ്റിയാണ്. ഇതാണ് ഫാക്കൽറ്റി, ടെൻഡറ്റീവ് ഫാക്കൽറ്റി ആണ്. ആർക്കിടെക്ചറിനെ പറ്റി സ്നേഹ സാജൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗിനെ പറ്റി ഡോക്ടർ ജിമ്മി തോമസ്. ബേസിക് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിനെ പറ്റി സുരേഷ് സാറായിരിക്കും ക്ലാസ് എടുക്കുന്നത്. വർക്ക് കമ്പോണൻസ് ഇൻ ബിൽഡിംഗ് മോഹൻദാസ് സാറായിരിക്കും കവർ ചെയ്യുന്നത്. ബേസിക് കൺസെപ്റ്റ് ഓഫ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആൻഡ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാനിംഗ് അരുൺ ദാസ് ആണ്. വൺ ഓഫ് ദ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ പ്ലംബിംഗ് കൺസൾട്ടന്റ് ആണ്, ഭവാനി കൺസൾട്ടൻസ്. അദ്ദേഹമായിരിക്കും കവർ ചെയ്യുന്നത്. ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റം പ്ലാനിംഗ് ഇൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ട്രൈടെക്കിലെ ബിജോയി ആയിരിക്കും കവർ ചെയ്യുന്നത്.
അടുത്തത് ഇന്റീരിയർ ഡിസൈനിങ് ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ്. നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സിന്റെ ഇവിടുത്തെ ചെയർമാൻ വിജിത് ജഗദീഷ് ആയിരിക്കും കവർ ചെയ്യുന്നത്. ഫയർ ആൻഡ് സേഫ്റ്റി സിസ്റ്റത്തിനെ പറ്റി സജീവ് നമുക്ക് ക്ലാസ് തരും. കൺസ്ട്രക്ഷൻ പ്രൊജക്ട് മാനേജ്മെന്റിൽ ഒരു ലീൻ സിസ്റ്റം എന്ന് പറഞ്ഞ് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു എക്സ്പെർട്ട് ആണ് ടോണി ഇത് ചെയ്യും. വാല്യൂ എഞ്ചിനീയറിംഗ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയാ, കോസ്റ്റ് എങ്ങനെ ബെനിഫിറ്റ് ചെയ്യുക, അത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. കോസ്റ്റ് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം എന്നുള്ളതിന് അനിത ലൂക്കോസ് വാല്യൂ എഞ്ചിനീയറിംഗിന്റെ ഹെഡാണ്. ഷീ വിൽ ബി ഡെലിവറിംഗ് ദ ടോക്ക് ഓൺ ദാറ്റ്. സോഫ്റ്റ്വെയർ ഫോർ ഇന്റഗ്രേറ്റിംഗ് ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, നമ്മുടെ S&R കൺസൾട്ടൻസിന്റെ സീനിയർ ഡിസൈനർ ആണ് റെജി സക്രിയ ഇത് ചെയ്യും. സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ലേബർ മാനേജ്മെന്റ്, നമുക്കറിയാം കുറച്ച് സൈക്കോളജി നമുക്ക് അറിയണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊക്കെ ഓടിച്ച് കൊണ്ടുപോകുന്ന സൈറ്റിൽ കാര്യങ്ങൾ പോകണം എന്നുണ്ടെങ്കിൽ അതിന് ഡോക്ടർ പ്രകാശ് ചന്ദ്രൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യും. പിന്നെ നമുക്ക് കോൺക്രീറ്റ് ഇൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, അതെങ്ങനെയാണ് നമ്മൾ ഇപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്ത ഒരുപാട് സാധനങ്ങള്, അത് നമ്മളൊരു ബേസിക് എല്ലാം പഠിച്ചിട്ട് അതിലേക്ക് പോകാമെന്ന് വിചാരിച്ചാണ്. അത് ഷൈജു നായർ കവർ ചെയ്യും. ആ റെഡി മിക്സ് കോൺക്രീറ്റ് നമ്മളെല്ലാവരും സൈറ്റുകളിൽ കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ തിയറിയും പ്രാക്ടീസും ഷെല്ലി ഫെർണാണ്ടസ് ആണ്, ക്യൂക്രീറ്റിന്റെ ഹെഡാണ്. ഹി വിൽ ബി കവറിംഗ് ദാറ്റ്. സോഫ്റ്റ് സ്കിൽ ഫോർ എഞ്ചിനീയേഴ്സ്, അത് വളരെ എസെൻഷ്യൽ ആണ്. നമുക്ക് എഞ്ചിനീയറിന്റെ സബ്ജക്ട് അറിയാം, പക്ഷെ സോഫ്റ്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അപ്പൊ സോഫ്റ്റ് സ്കില്ലിനെ പറ്റി ഒരു ക്ലാസ് ഉണ്ടാവും. അതിന് ഫാക്കൽറ്റി ഞങ്ങൾ ഫൈനലൈസ് ചെയ്ത് വരുന്നുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, അലൻ പറഞ്ഞ പോലെ, ഓൾട്ടർനേറ്റീവ് മെറ്റീരിയൽ ഇൻ കൺസ്ട്രക്ഷൻ, അത് എഞ്ചിനീയർ അഭിലാഷ് അതിൻ്റെ അകത്ത് കുറെ ഏരിയയിൽ വർക്ക് ചെയ്യുന്നതാണ്. പുള്ളി ബാംബൂലും ജൂട്ടിലും ഇതിലും ഒക്കെ വർക്ക് ചെയ്തതാണ്. അഭിലാഷ് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കും. NDT ആൻഡ് റെട്രോഫിറ്റിംഗ് ഓഫ് സ്ട്രക്ചേഴ്സ്, പല ബിൽഡിങ്ങും ഡാമേജ് ആകുന്നുണ്ട്, അത് കറക്റ്റ് ചെയ്യണം, ഇത് ചെയ്യണം, അതിനെങ്ങനെ ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റി രഞ്ജിത്ത് പീറ്റർ കറക്റ്റ് ചെയ്യും, ക്ലാസ് എടുക്കും. ബേസിക് കൺസെപ്റ്റ് ഓഫ് സ്റ്റീൽ സ്ട്രക്ചർ ഡിസൈൻ എഞ്ചിനീയർ ബിന്ദു സുനിൽ കവർ ചെയ്യും. ഇന്നോവേറ്റീവ് സിസ്റ്റം ഇൻ ഫൗണ്ടേഷൻ ഡോക്ടർ കെ ബാലനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർ ആയിരുന്നു. ജിയോ ടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻ കൺസ്ട്രക്ഷൻ ബിനെക്സ് ആണ് കവർ ചെയ്യുന്നത്. കോൺട്രാക്ട് ക്ലോസർ SRC നായർ സാർ കവർ ചെയ്യും. ആൻഡ് സമ്മിങ് അപ്പ്, ഇത് നമ്മൾ ഒരു കൊല്ലത്തെ ചാർട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഐ വിൽ ബി ഡൂയിങ് ദ സമ്മിങ് അപ്പ്. ഇതൊരു വളരെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്, വിച്ച് വി വിൽ ഡിസ്കസ്, ഡിബേറ്റ് ആൻഡ് വി വിൽ ട്രൈ ടു കം അപ്പ് വിത്ത് ഡിഫറെന്റ് സൊല്യൂഷൻ ആസ് വി മൂവ് ഫോർവേഡ്. അപ്പൊ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ മനസ്സിലാക്കിയത്, വീഡിയോ ഓൺ ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് ഭയങ്കര ഡിലേ ആവും. അപ്പൊ അങ്ങനത്തെ ഫീഡ്ബാക്ക്, അത് താങ്ക്സ് ടു ഫീഡ്ബാക്ക് ഫ്രം സുഷ്മിത ജെറാൾഡീൻ that we got that. അവിടെ ലാഗ് വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഇത്തവണ ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചത് അതുകൊണ്ടാണ്. അപ്പൊ ഇത് പുതിയ ഇപ്പൊ നെസസിറ്റിയാണ് ഇന്നോവേഷൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ പുതിയ പ്ലാറ്റ്ഫോം വന്നിരിക്കുകയാണ്. അപ്പൊ ഇതിൽ കുറച്ച് ടെക്നിക്കൽ സ്നാഗ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്, വിച്ച് വിൽ കറക്റ്റ് ഇറ്റ് ആസ് വി മൂവ് ഫോർവേഡ്. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? അല്ലെ നമുക്ക് സമ്മപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ചൊവ്വാഴ്ച നമുക്ക് ഷൈജു നായരുടെ ക്ലാസ് ആണ്, സർവേയിങ്ങിനെ പറ്റിയാണ്. 2 ദിവസത്തിനകം ഞങ്ങൾ അതിന്റെ സെഷൻ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് എങ്ങനെ ഇന്നോവേറ്റ് ചെയ്യാന്ന്, ജോർജി, മാത്യു എല്ലാവരുടെയും ഫീഡ്ബാക്ക് വേണം, ടിനുവിന്റെയും എല്ലാവരുടെയും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നമുക്കിത് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആയിട്ട് ആക്കാൻ പറ്റും. ആൻഡ് ഐ വാണ്ട് ദാറ്റ് എൻഡ് ഓഫ് ദ ഡേ, ഇഫ് യു ഹാവ് സംതിങ് ടു ക്യാരി ഹോം, ഇഫ് യു ഹാവ് സംതിങ് ടു ലേൺ, പീപ്പിൾ വിൽ കം. അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കഥ പറഞ്ഞു, നോബഡി ഈസ് ഇൻട്രസ്റ്റഡ്. സോ ആസ് എ ടീം വി ബിലീവ് ദാറ്റ് knowledge is something to be shared, discussed, and there is always scope for improvement. നമുക്ക് എല്ലാവർക്കും കൂട്ടമായിട്ട് എഫോർട്ട് ഇട്ടിട്ട് മുന്നോട്ട് പോകാം. നിങ്ങളുടെയും എല്ലാവരുടെയും ഹെൽപ്പ് സപ്പോർട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ആൻഡ് അടുത്ത ചൊവ്വാഴ്ച we will meet at 11:30 and it will finish at 1 o'clock sharp. അതാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ടൈം. ആൻഡ് ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്തോട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ്. ഞാനൊരു ഫോർമൽ വോട്ട് ഓഫ് താങ്ക്സ് വിനക്സ് പറയുന്നോ? ഒരു വോട്ട് ഓഫ് താങ്ക്സിന്റെ ആവശ്യമുണ്ടോ? എന്തായാലും വിനക്സ് ഇവിടെ അടുത്തിരിപ്പുണ്ട്, വിനക്സിന് വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട് കൊടുക്കും. സോ താങ്ക് യു ഓൾ ഫോർ ജോയിനിങ്. ഞാനും ഈ കോഴ്സിലൊരു ഇൻഡയറക്ട്ലി ഒരു അറ്റൻഡ് തന്നെയാണ്. ബിക്കോസ് ഞാനും BTech കഴിഞ്ഞു, MTech കഴിഞ്ഞു. എന്താണ് എന്റെ ടെക്നിക്കൽ നോളജ് അല്ലെങ്കിൽ സൈറ്റിലെ സ്കിൽ എന്ന് വെച്ചാൽ ഞാനും കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. സോ ദിസ് പ്ലാറ്റ്ഫോം എനിക്കും ഇമ്പ്രൂവ് ആവാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ എന്നെ പോലെ തന്നെ ഒത്തിരി ആൾക്കാർ കുറെ ഡൗട്ട്സ് ആയിട്ട് വരുന്നുണ്ട്. ആ ഡൗട്ട്സ് കേൾക്കുമ്പോൾ എനിക്കും കുറെ അറിയാൻ പറ്റും. ഇന്ന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വന്ന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ എങ്ങനെ അസിസ്റ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് കേട്ടാൽ ഒത്തിരി ഞങ്ങൾ ഇമ്പ്രൂവ് ആവും ഞങ്ങൾ വിശ്വസിക്കുന്നു. അതനുസരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം റീഷെഡ്യൂൾ ചെയ്യും. താങ്ക് യു ഓൾ ഫോർ ജോയിനിങ്.
Thank you all. And so see you on next Tuesday at 11:30, and we will start sharp at 11:30 and we'll finish on time. And that is something which we all have to develop the habit. നമ്മുടെ നാട്ടിൽ നമുക്കൊരു ഗുണമുണ്ട്, നമ്മൾ ഇച്ചിരി 5 മിനിറ്റ് ലേറ്റ് ആയ 10 മിനിറ്റ് ലേറ്റ് ആയ കുഴപ്പമില്ലെന്ന് കരുതുന്നതാണ്. Let us try to keep time. So whoever is there, we will start the meeting sharp at 11:30 and we'll continue, and then interact is 45 മിനിറ്റ് ടോക്ക് ഉള്ളൂ, പിന്നെ 25 മിനിറ്റ് ഇന്ററാക്ഷൻ ആണ്. ഇന്ററാക്ഷനിലാണ് കാര്യം ഇരിക്കുന്നത്. സോ ഐ ഹോപ്പ് എവരിബഡി വിൽ ബി ദർ. ആൻഡ് നിങ്ങളുടെ ടിനുവിന്റെയും സന്തോഷിന്റെയും ഒക്കെ എക്സ്പീരിയൻസ് ഈ ഫോറത്തിൽ ഷെയർ ചെയ്ത്, സജി സാറുണ്ട്, റജി സാറുണ്ട്, ഓൾ ദോസ് യങ്സ്റ്റേഴ്സ്, അല്ലെ ജോർജ് പുതിയതായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഒക്കെ ഈ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്ത് ആസ് എ ടീം വി വിൽ ബിൽഡ് അപ്പ് ആൻഡ് മൂവ് ഫോർവേഡ്. താങ്ക് യു ഓൾ ഫോർ ജോയിനിങ് us and see you on next Tuesday. Bye for now.